നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ടൈം ആയിരിക്കുകയാണ് പോഡ്കാസ്റ്റിൻ്റെ, അല്ലേ? ഭയങ്കര സന്തോഷം അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോകുന്ന എത്ര ദിവസം എടുക്കുമെന്നല്ല, ഇത്ര പെട്ടെന്ന് വേഗതയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹിൻ മച്ചാൻ, എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആള് ഷിഫിൻ മച്ചാൻ. 3 മച്ചാന്മാരാണ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണ് ഇത്, മച്ചാൻസ് പോഡ്കാസ്റ്റ്. ആൻഡ് നമ്മുടെ ജീവിതം ക്രിക്കറ്റുമായിട്ട് ആഷിഖ് ഷിഫിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജീവിതം ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൊമെൻറ്റ്, അതായത് 6 അടിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? 4 അടിച്ചാലും കുഴപ്പമില്ല ബൗണ്ടറി പോകുന്നതിൽ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 6 അടിക്കാനും 4 അടിക്കാനൊക്കെ നോക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഡക്കായി പോകാറുണ്ട്, അല്ലേ? 1 റൺസ് എടുക്കാറുണ്ട്, 2 റൺസ് എടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഹിറ്റ് വിക്കറ്റിൽ വീഴാറുണ്ട്, ചില സമയം ഒന്നും നടക്കില്ല. അതായത് ഔട്ടായി പോകുന്ന മൊമെന്റ് ചിന്തിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ വരാറുണ്ട്. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് ICC അമ്പയർമാരിൽ നോക്കുകയാണെങ്കിൽ 4 ഇന്ത്യൻ അമ്പയേഴ്സാണ്, ഈ ടോട്ടലി നോക്കുമ്പോൾ 4 ഇന്ത്യൻ അമ്പയേഴ്സാണ് നമ്മുടെ ഇന്റർനാഷണൽ ICC അമ്പയർമാരുടെ പട്ടികയിലുള്ളത്. അതിൽ ഒരാൾ ട്രിവാൻഡ്രംകാരനാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്, KN അനന്തപത്മനാഭൻ സാർ. വെൽക്കം സാർ. ഇന്ന് നമ്മൾ മൊത്തം ഔട്ടാവോ എങ്ങനെയാണ് സാർ? സാറിൻ്റെ നിഗമനത്തിൽ എങ്ങനെയാണ് സാർ? മനസ്സിലായി സാർ. സാർ ഇന്ന് ഇത് പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണ്. സാറിൻ്റെ തട്ടിക്കൂട്ട് ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ മനസ്സിലാവും സാർ. കൈയൊന്ന് തട്ടിയാൽ മൈക്കൊടിഞ്ഞു വീഴും. അപ്പോൾ ഞാനിത് 50 രൂപയുടെ തൊപ്പിയാണ്, അല്ലേ? 100 രൂപയുടെ തൊപ്പി സാർ. ഇന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ സാലറിയിൽ നിന്ന് എടുത്ത 3 ജേഴ്സീസ്. ഞാൻ ഇന്ത്യൻ ജേഴ്സിയാണ് ധരിച്ചിരിക്കുന്നത്. അവിടെ രാജസ്ഥാൻ റോയൽ മഞ്ഞ ആയതുകൊണ്ട് മാത്രം ഇല്ല. അപ്പം സാർ വെൽക്കം സാർ. ഭയങ്കര സന്തോഷമുണ്ട്. റിലവൻ്റ് ആയിട്ട് സാറിനെ ഇവിടെ കൊണ്ടുവരാൻ കാരണം IPL കഴിഞ്ഞ് മെനങ്ങാൻ എത്തിയതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു സാർ IPL? തീർച്ചയായിട്ടും 2 മാസത്തിൻ്റെ യാത്ര, 2.5 മാസമായി. ഇടയ്ക്കൊരു ഇന്ത്യ പാകിസ്ഥാൻ്റെ വാർ വന്ന സമയത്ത് ഒരാഴ്ച 10 ദിവസത്തോളം വീണ്ടും നീണ്ടു. അപ്പോൾ അത് നടക്കൂലേ എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ നടന്നു, ഫൈനൽ കഴിഞ്ഞു. അതുകൊണ്ട് ആ സമയത്ത് നടന്നില്ലെങ്കിൽ ഈ കൊല്ലം അത് നടക്കാനുള്ള സാധ്യതയില്ല. പല പ്ലേയേഴ്സും പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പം ഈ IPLൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് വരുന്ന പ്ലേയേഴ്സ്, പുറത്തുനിന്ന് വരുന്ന അമ്പയേഴ്സ്, അതാണ് ഇതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഇത്രയും ഒരു വലിപ്പം കൊടുക്കുന്നത്. സോ അവർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പ്രോബബ്ലി ഒരു നോർമൽ ഒരു ഇന്ത്യയിലുള്ള ഒരു ടൂർണമെൻറ്റ്, നമ്മളിപ്പോൾ രഞ്ജി ട്രോഫി കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ സയ്യിദ് മുഷ്താഖ് അലി, ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു വലിയ ഉണ്ടാവുള്ളൂ. ഈ പ്ലേയേഴ്സ് വെളിയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് കാരണം കൊണ്ടാണ് ഇത്രയും ഇൻ്റർനാഷണൽ ഒരു സ്റ്റേജിൽ എത്തുന്നത്. സോ ആ ഒരു യുദ്ധം വന്ന് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എല്ലാവർക്കും തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത് നടക്കൂ ഈ കൊല്ലം, എന്തുകൊണ്ടാൽ പ്ലേയേഴ്സ് പോയി, പ്രത്യേകിച്ചും പകുതി കളി നിർത്തേണ്ടി വന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചൊരു 10 ദിവസത്തിൻ്റെ ഇടയിൽ തിരിച്ച് നടത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വന്നു ഞാൻ ഒരാഴ്ച ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറയുണ്ടായി, നമുക്ക് കളി തിരിച്ച് തുടങ്ങാനുള്ള സാധ്യതയാണ്, റെഡിയായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ഇതിൽ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റിയും പ്ലേയേഴ്സിനെ തിരിച്ച് കൊണ്ടുവരുന്ന ലോജിസ്റ്റിക്സ്, എന്നാൽ പല പ്ലേയേഴ്സും തിരിച്ച് അവരെ വീട്ടിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സമയം, അത് കഴിഞ്ഞ് വെന്യൂ എവിടെയൊക്കെയാണ് ചെയ്യണം, പിന്നെ മഴ. ഈ മെയ് 25 കഴിയുമ്പോൾ തന്നെ പല സൗത്തിലുള്ള സ്ഥലത്തിൽ മഴ തുടങ്ങാനുള്ള 25-നാണ് ഫൈനൽ വെച്ചിരുന്നത്. പക്ഷേ ഇതിപ്പം 3-ാം തീയതി വരെ പോയി. അപ്പോൾ ആ ഒരു 8-9 ദിവസത്തിൻ്റെ കളി നീണ്ടുപോയതുകൊണ്ട് ആ ലാസ്റ്റ് വരുന്ന മാച്ച് എവിടെ നടത്തണം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുള്ളതെല്ലാം. പക്ഷേ BCCI എനിക്ക് തോന്നുന്നു BCCI ആയതുകൊണ്ട് മാത്രം ക്രിക്കറ്റിൻ്റെ ഒരു ഇത്രയും മാച്ചുകൾ 3000 മാച്ചോളം ഒരു കൊല്ലം നടത്തിയ ഈ എക്സ്പീരിയൻസ് കാരണം മാത്രമാണ് അവർക്ക് ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ അത് ചെയ്യാൻ പറ്റിയത്. സാറിൻ്റെ അമ്പയറിങ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ സാറ് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റ് പ്ലെയേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ അവർ റിട്ടയർഡ് ആകുമ്പോൾ ഒരു കമൻട്രി ലെവലിലേക്കായിരിക്കും പോകുന്നത്. സാറിൻ്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ചിട്ട് നേരെ അമ്പയറിലേക്കാണ് വരുന്നത്. അതെങ്ങനെയായിരുന്നു ആക്ച്വലി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പയർ ആവുന്നത് കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ക്ലബ്ബ്, ഞാനൊരു ചേസേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിനാണ് കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ ഈ ടൂർണമെൻ്റൊക്കെ നമ്മൾ സംഘടിക്കും. അപ്പോൾ അന്ന് അമ്പയർമാർക്ക് പൈസ കൊടുക്കാനൊന്നും നമുക്ക് കൊടുക്കാനുള്ള ഇതില്ല. എന്നാൽ അന്നൊരു 50 രൂപയ്ക്കാണ് നമ്മൾ അമ്പയറിന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടെ നിർത്തും, അമ്പയറായിട്ട് നിർത്തിയിട്ട്
പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ എനിക്ക് അന്ന് 15-16 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു അമ്പയർ ഞാനാണ്, പിന്നെ ഉള്ള ഒരാൾ റൂളൊക്കെ അറിയുന്ന ആള്. എനിക്ക് റൂളൊന്നും അറിഞ്ഞൂടാ ഈ ഇതിൽ. പക്ഷെ ഔട്ട് നോട്ട് ഔട്ട് ഒരു ഉദ്ദേശത്തിലൊക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് പറയണ അത്രയും പ്ലംബായിട്ട് കാലിൽ കൊള്ളുന്നത് ക്യാച്ച് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. ഇത് പറയണ 85 ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. 85 നമ്മളൊക്കെ ജനിച്ചിവിടെ ക്രിക്കറ്റും കളിച്ച് കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ അന്ന് നമ്മുടെ ക്ലബിന് നിർബന്ധിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം നിൽക്കുന്നത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യത്തെ കൊടുത്ത ഡിസിഷൻ തന്നെ തെറ്റായിട്ടുള്ളൊരു ഡിസിഷനാണ്. മെഡിക്കൽ കോളേജിൽ കളിക്കുമ്പോൾ ഒരു ബാസൻ ഇങ്ങനെ കളിക്കുകയുണ്ടായി. കളിച്ചപ്പോൾ ടപ്പ് എന്ന് പറഞ്ഞൊരു സൗണ്ടും വന്ന് ക്യാച്ച് ഇവിടെ പിടിച്ചു. പിടിച്ചപ്പോൾ എനിക്ക് എവിടെ കൊണ്ടു എന്നുള്ളത് എനിക്ക് ഒരു ധാരണയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ബാസൻ എന്നെ എങ്ങനെ നോക്കുകയാണ്. അപ്പൊ എന്തായാലും ഔട്ടായി ക്യാച്ച് പിടിച്ചു. ഞാൻ ഇങ്ങനെ കൈ പൊക്കുന്നത് ബാസൻ താഴെ വീഴുന്നത് ഒരേ സമയത്താണ്. അതിന്റെ നെറ്റിയിലാണ് ബോളും ഉണ്ട്. അയാൾ ഹെൽമെറ്റ് ഇല്ല അന്ന്. ഈ 85 ഹെൽമെറ്റ് ഇല്ല. അപ്പൊ എനിക്ക് എവിടെ കൊണ്ടെന്നുള്ള ധാരണ പോലും ഇല്ല. അപ്പൊ അങ്ങനെയാണ് എന്റെ ആദ്യത്തെ ഡിസിഷൻ. അമ്പയർ തുടങ്ങുന്ന തെറ്റില് ചെയ്തുകൊണ്ടാണ് ഈ തുടങ്ങുന്നത്. ഭാഗ്യത്തിന് മെഡിക്കൽ കോളേജിലാണ് കളിക്കുന്നത്. അയാൾ നേരെ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അയാൾ കളിക്കാൻ പറ്റില്ല. ഭാഗ്യം തെളിഞ്ഞത് അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടിയത്. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏറ്റവും വിവാദമായിട്ട് നിൽക്കുന്ന മങ്കട് ചെയ്യുന്ന സമയം. നമ്മൾ സോറി മങ്കട് എന്ന് പറയാൻ പറ്റില്ല, സോറി. അതിപ്പം റണ്ണിങ് ഔട്ട് നോൺ സ്ട്രൈക്കറിനെ പറയാവുള്ളൂ. അയാൾ മങ്കട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ അയാളാണ് ആദ്യം ഈ ഇങ്ങനത്തെ ഒരു റൺഔട്ട് ചെയ്തത്. പ്ലെയറാണ് ചെയ്തത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു പേരിലാക്കി. ഇപ്പൊ അവര് ഫാമിലിയിൽ തന്നെ അവർക്കൊരു പ്രശ്നം നമുക്കറിയാമല്ലോ. മീൻസ് അങ്ങനത്തെ അയാളുടെ പേരിൽ ഒരു നെഗറ്റീവ് ഇത് കൊടുക്കാൻ പാടില്ല. സോ അതുകൊണ്ട് ഞാനത് ശരി. അപ്പൊ അതിന് വേറൊരു പേര് എന്തായിരിക്കും? നമ്മൾ റണ്ണിങ് ഔട്ട് നോൺ സ്ട്രൈക്കർ എന്നാണ് അതിന് പറയുന്നത്. റണ്ണിങ് ഔട്ട് നോൺ സ്ട്രൈക്കർ എന്നാണ് അതിന്റെ ക്രിക്കറ്റിംഗ് ടേം ആയിട്ടുള്ളത്. ശരി. അപ്പൊ ആ മാച്ചിൽ കളി ബീച്ചിൽ നിന്നുള്ള ഒരു ടീമാണ് കളിക്കുന്നത്. അവര് നമുക്കറിയാലോ അഗ്രസീവ് ആയിട്ടുള്ള കളിക്കാരാണ്. അപ്പൊ കളി ഒന്ന് ഈ സ്പോട്ടിലുള്ള ടീം രണ്ടുപേരും കുറച്ച് അഗ്രസീവായിട്ട് കളിക്കുന്നത്. ഈ ടൂർണമെന്റ് തന്നെ 85 നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്ന. പറഞ്ഞാൽ എന്റെ തുടക്കം അമ്പയറിംഗ് തുടങ്ങുന്ന ഒരു ഇതിലാണ്. രാവിലെ ഒരു മാച്ചും ഉച്ചയ്ക്കൊരു മാച്ചുമാണ്. രാവിലെ ഒരു പ്രശ്നം കഴിഞ്ഞും ഉച്ചയ്ക്കുള്ള മാച്ച് തീരാൻ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുമ്പോഴാണ് ഈ കളി ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. 3 ഓവറിൽ മറ്റേ ഒരു 24 റൺ ഒറ്റ വേണം. 1 വിക്കറ്റ് 2 വിക്കറ്റേ ഉള്ളൂ. വീണ്ടും നെറ്റിപ്പൊട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീമും എനിക്ക് 15-16 വയസ്സേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അടി ഉറപ്പാണെന്നുള്ള ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പ്ലെയർ നോൺ സ്ട്രൈക്കറിൽ നിൽക്കുന്ന ആള് എറിയണതിന് മുമ്പിൽ കിടന്ന് ഓടുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഇയാള് എറിയാൻ വരുന്നതിന് മുമ്പിൽ ഓടുകയാണ്. ഉടനെ ഓടുകയാണ്. അല്ല അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ, റൂൾ അറിഞ്ഞൂടല്ലോ. ഓടാവോ ഓടൂല, ഓടാൻ പാടില്ല, ഇങ്ങനെ എനിക്ക് റൂൾ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പോയി എന്റെ പയ്യ ഈ ഇടയ്ക്ക് ഒരു ഓവർ കഴിഞ്ഞപ്പം ഞാൻ അപ്പുറത്ത് വേറൊരു അമ്പയർ കൂടെ നിൽക്കുന്ന ഒരു അമ്പയർ അടുത്ത് അയാൾക്ക് റൂളൊക്കെ അറിയാം. അയാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇത് ബൈ ചാൻസ് ഈ ഓടി വരുമ്പോ ഇയാൾ ഈ സ്റ്റമ്പിനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഔട്ട് കൊടുക്കണോ വേണ്ടേ? എനിക്ക് റൂൾ അറിഞ്ഞൂടല്ലോ. അതും എല്ലാം ഔട്ടല്ലാത്ത ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം അടി കിട്ടും. അപ്പൊ അങ്ങനത്തുള്ള സ്ഥിതി ഇയാൾ പറഞ്ഞു ഔട്ടാണ്. ഇയാൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഈ ക്രീസ് കടന്നു പോകുന്നതിന് മുമ്പിൽ ഇയാൾ തട്ടിക്കഴിഞ്ഞാൽ ഔട്ടാണ്. അപ്പൊ ശരി എന്ന് പറഞ്ഞു. അടുത്ത ബോളിൽ സംഭവിച്ചു. അതുകൊണ്ട് എന്റെ സമയം നോക്കണം. എന്ന് പറഞ്ഞാൽ അടിച്ചു, അപ്പീലും ചെയ്തു. അത് ഞാൻ ഔട്ടും കൊടുത്തു. ഔട്ട് കൊടുത്ത അടുത്ത നിമിഷം ആ ബീച്ചിൽ നിന്ന് വരുന്ന ബീച്ച് 11 ആണ്. അവരെല്ലാരും കൂടെ ആകത്തുനിന്ന് എന്റെ ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ച് എന്നെ പൊക്കിയെടുത്തോണ്ട് പറഞ്ഞാൽ അവരെല്ലാം ശരിക്കും നടന്ന സംഭവമാണ്. പറഞ്ഞാൽ ഞാൻ എന്റെ അമ്മയെന്നുള്ള പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ കൊങ്ങയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പറഞ്ഞാൽ ഔട്ട്, ഇതെന്തോ ഔട്ടാണ്, ഇത് മറ്റാണ്, ഇവിടത്തെ റൂളാണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഭാഗ്യത്തിന് രാവിലെ ഞാൻ പറഞ്ഞില്ല SBT ആയിട്ടുള്ള ഒരു കളിയായതുകൊണ്ട് SBTയുടെ ഒരു പ്ലെയർ ഈ കളി കാണാൻ നിൽക്കുകയായിരുന്നു. അയാൾ കണ്ടപ്പോൾ ഒരു പയ്യനെ എടുത്തിട്ട് എല്ലാവരും കൂടെ പെരുമാറാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ അയാൾ ഓടി വന്ന ആ പയ്യൻ പറഞ്ഞത് കറക്റ്റാണ്, ആ റൂള് കറക്റ്റാണ്, നിങ്ങൾ എന്തോന്നാണ് കാണിക്കുന്നു പറഞ്ഞപ്പോൾ അയാൾ വൈറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഒരു SBT സ്റ്റേറ്റ് പ്ലെയർ ആണല്ലോ, അതുകൊണ്ട് മാത്രം അടി ഉള്ളാണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. എൻ്റെ അമ്പയറിംഗ് ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ സാറിന്റെ ക്രിക്കറ്റ് ജീവിതം തുടങ്ങുന്നത് ഇതേപോലത്തെ സ്റ്റോറിയാണ്. നമ്മൾ എൻ്റെ ഇതിൽ ഞാനൊരു ആക്സിഡന്റിലായിട്ട് വന്നപ്പോൾ പല ആൾക്കാരും പറയും ഞാൻ ഭയങ്കര നിർഭാഗ്യമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഫീൽഡിൽ ഇറങ്ങണമെന്നുള്ളൊരു താല്പര്യമാണല്ലോ. അപ്പൊ ഞാൻ വിക്കറ്റ് കീപ്പറാണ്. ഞാൻ പറഞ്ഞില്ല, ഈ അമ്പയർ ചെയ്താലേ ടീമിൽ കളിപ്പിക്കുകയുള്ളൂ. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ നമ്മളൊരു താഴ്ന്ന നീ വന്നില്ല, ക്ലബിന് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ കളിപ്പിക്കൂല. അപ്പൊ ഞാൻ ഈ അടിയൊക്കെ കൊള്ളാൻ റെഡിയായി അവിടെ നിന്നതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം.
അപ്പോൾ അന്ന് ഫാസ്റ്റ് ബോളിങ്, വിക്കറ്റ് കീപ്പിംഗ്, ഈ ലെഗ് സ്പിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം. അപ്പം ഫാസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ ഫാസ്റ്റ് ബോളിംഗ്, ഓഫ് സ്പിന്ന്. അപ്പോൾ ഞാൻ ഈ സെലക്ഷന് പോയ സമയത്ത് നന്നായിട്ട് ബാറ്റ് ചെയ്തു. അന്ന് കീപ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ട് നല്ല ബാറ്റ്സ്മാനാണ്, ടീമിൽ വിക്കറ്റ് കീപ്പർ ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ബോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ബോൾ ചെയ്യും. എന്ത് ചെയ്യും? ഫാസ്റ്റ് ബോളിങ് 4 പേരായി, ടീം എടുത്തു കഴിഞ്ഞു, എടുത്തിട്ട് കാര്യമില്ല, നീ സ്പിൻ എറിയാൻ വരും. ഞാൻ പറഞ്ഞു ഓഫ് സ്പിൻ അറിയാം. ഓഫ് സ്പിന്നും ആളുണ്ടായി. അപ്പോൾ പിന്നെ ലെഗ് സ്പിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ലെഗ് സ്പിൻ എറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജീവിതത്തിൽ എറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എറിയും. എറിയാനും നമുക്ക് ട്രൈ ചെയ്ത് അങ്ങനെ എറിഞ്ഞു. ടീമിൽ സെലക്ഷൻ കിട്ടി. ആദ്യത്തെ മാച്ചിൽ തന്നെ 7 വിക്കറ്റും കിട്ടി. ഗൂഗിൾ നമ്മൾ എറിയുമ്പോ അറിയാണ്ട് അകത്തോട്ടും ഇതെല്ലാം പോകുന്നു. എനിക്ക് അറിഞ്ഞുകൊണ്ട് എറിയണ പോയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ എല്ലാം പോയി കാണണം. എനിക്ക് അറിഞ്ഞൂടെ എന്തോന്നാണ് സംഭവിക്കണം എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ട്, കാരണം അത് ലക്കില്ലാത്ത ആൾക്ക് അത് കിട്ടൂല. അതും ട്രിവാൻഡ്രത്ത് അത് 85-ലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതിൽ ആ സ്ട്രീറ്റിൽ നമ്മുടെ വലിയ ശാലയിലൊക്കെ ഈ എല്ലാം പഠിപ്പിച്ചിട്ടാണല്ലോ. അപ്പം നമ്മൾ ഈ വീട്ടിൽ എനിക്ക് നമ്മുടെ ഫാമിലിയുടെ അകത്ത് തന്നെ ഞാൻ കല്യാണത്തിന് ഒന്നും പോകില്ല. പോയി കഴിഞ്ഞാൽ ഈ 90 മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ സങ്കടപ്പെടുകയാണ്. 10 മാർക്ക് പോയി. എനിക്കാണെങ്കിൽ ഈ 40 കിട്ടാൻ തന്നെ ഇട്ട് ചക്രശ്വാസം വലിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇവര് 90 പോയതിന് കരച്ചിലും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാര് ഈ 40-ൽ നിൽക്കുന്ന 35 അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ, അപ്പം ഞാൻ ഈ കല്യാണത്തിന് പോകുന്ന പരിപാടിയില്ല. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ തന്നെ സങ്കടമാണ്. എന്ന് പറഞ്ഞാൽ അവരെ മാർക്ക് ചോദിക്കുമ്പോൾ വീട്ടിലപ്പോൾ പണി കിട്ടും. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതും വരുന്ന സാറുമാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സാറെന്ന് പറഞ്ഞാൽ, ഇത് പേര് കറക്റ്റാണ്, നീ കളിക്കുന്ന കളിക്ക് കിറുക്ക് ഏറ്റ്, മനസ്സിലായില്ലേ? അപ്പം അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ വീട്ടിന്റെ മുമ്പിലൊക്കെ കളി തന്നെയാണ്. അപ്പൊ അതിൽ വരുമ്പോൾ കറക്റ്റ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാറ് വരികയും ചെയ്യും, ഇത് കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ, നിനക്ക് ഇത് തന്നെ ചോറിടും, മനസ്സിലായി? അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷെ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ കിട്ടി. ഞാൻ ആ സാറിനെ കാണുകയും ചെയ്തു. കണ്ടപ്പം പറഞ്ഞു, മിസ് ഞാൻ നിന്നെ കളിയാക്കിയിട്ടുണ്ട്, നിനക്കിത് ചോറിടുമോന്ന്. ശരിക്കും നിനക്കിത് ചോറിട്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതെ, പറഞ്ഞാൽ എൻ്റെ ഇതിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ്. പറഞ്ഞാൽ ലക്ക് എന്ന് പറയുന്ന ഫാക്ടർ എനിക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ ലക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ എത്താൻ പറ്റത്തില്ല. ഹാർഡ് വർക്കും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എൻ്റെ ഇതിൽ നമുക്ക് പല സ്ഥലത്തിലും ഈ എക്സ്പീരിയൻസ് എനിക്ക് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ മാച്ച്, അവസാനത്തെ മാച്ചിൽ 5 വിക്കറ്റിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. 2004. അപ്പോൾ അത് അങ്ങനെ കളിക്കാൻ പറ്റും. ഇപ്പോൾ കൊച്ചിയിൽ പാകിസ്ഥാനായിട്ട് കളിക്കുമ്പോൾ 5 വിക്കറ്റ് നേടാൻ പറ്റി. ഓസ്ട്രേലിയയായിട്ട് കളിക്കുമ്പം സ്റ്റീവോ, റിക്കി പോണ്ടിങ്. അപ്പോൾ അത് നമുക്ക് ഭാഗ്യമില്ലാണ്ട് നമുക്ക് അങ്ങനെ ആ മാച്ച് കളിക്കുന്ന തന്നെ പാടാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിക്കറ്റ് അങ്ങനെ വല്ലതും അല്ല, ഞാൻ നെറ്റ്സിൽ ബോൾ ചെയ്യാനുള്ള അവസരം, ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ് അന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഉറപ്പാണ്. സച്ചിന്റെ വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് എപ്പോൾ കളിച്ചു എന്ന് ചോദിച്ചാൽ മതി. അന്നത്തെ കാലത്തില് എനിക്ക് അത് എറിയാൻ അവസരം കിട്ടാത്തതാണ് എനിക്ക് തോന്നിയിരുന്ന ഒരു. പറഞ്ഞാൽ സച്ചിൻ ഇപ്പോൾ നമ്മൾ 6 ബോൾ 6 സിക്സ് അടിച്ചാലും നമുക്ക് സങ്കടപ്പെടാനും തോന്നുന്നു. എല്ലാവരും ഇപ്പൊ ഷെയ്ൻ വോൺ എല്ലാവരും അടിക്കുന്ന, പക്ഷെ എന്നാൽ അതിന്റെ ഇടയിൽ കൂടെ നമുക്കൊരു വിക്കറ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഷുവർ ഷോട്ടായിരുന്നു. അതായത് 5 സിക്സ് അടിച്ചാലും 6ാമത്തെ ബോൾ വിക്കറ്റ് സച്ചിന്റെ വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീമിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പുതിയ നോളജ് അന്നിപ്പോ എല്ലാരും നോക്കി നിൽക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സച്ചിന്റെ വിക്കറ്റ് എറിഞ്ഞിടുക. ഇട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, നമുക്കൊന്നുമില്ലല്ലോ. നമുക്കിപ്പം സച്ചിൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമമൊന്നുമില്ല. സച്ചിൻ കളിച്ച ടൈമില് ആ കളിയിൽ സാറുണ്ടായിരുന്നു. ഞാൻ അണ്ടർ-19 നമ്മൾ ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നു 89. ആ ടൈമിലാണ്, മാർച്ചിലായിരുന്നു അണ്ടർ-19 ഇന്ത്യ ക്യാമ്പ് നടക്കുന്നത്. 24 പേരുടെ ക്യാമ്പായിരുന്നു. അതിൽ സച്ചിനുണ്ട്, കാംബ്ലിയുണ്ട്, ജഡേജയുണ്ട്, സൗരവ് ഗാംഗുലി ഉണ്ട്. സോ നമ്മളെല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ അണ്ടർ-19 ഇതിലുണ്ടായിരുന്നതാണ്. സച്ചിൻ ആ കൊല്ലം അണ്ടർ-19 കളിക്കാൻ പോയില്ല. എന്നാൽ ഗവാസ്കർ എന്നെ വന്നു പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞ് കേൾക്കുന്നത്. പറഞ്ഞാൽ നീ അണ്ടർ-19 ലെവലല്ല, ഒരു ലെവലിൽ മുകളിലാണ്. സെപ്റ്റംബറിൽ സീനിയർ ടീം പോവും, അതിൻ്റെ ഒപ്പം നിനക്ക് പോകാനുള്ള ഇതുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് ഞാൻ
ഒരു കഥയാണ്, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതാണ്. എന്നാൽ ടാലന്റ് നമുക്ക് അറിയാം എന്ന് പറഞ്ഞാൽ സച്ചിൻ കളിക്കുന്ന പ്രത്യേകിച്ചും ഈ 92 ആ സമയം മുതൽ 96-97 വരെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ടീമിലൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ നെറ്റ്സിലൊക്കെ ബോൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പം നമുക്കറിയാൻ പറ്റും ഡിഫറെൻറ്റ് ബാക്കിയുള്ള പ്ലെയേഴ്സിന് എറിയുന്നതും സച്ചിൻ എറിയുന്നതിലും ക്ലാസ്. പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പന്ത് ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പം അയാൾ ആ ഷോട്ടിന് റെഡി ആയി കഴിയും. ബോൾ വരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് എവിടെ അടിക്കണമെന്നുള്ള ആ ഇതിൽ എത്തിക്കഴിഞ്ഞു. അത് ഒരു ഡ്രീം, ഒരു നമുക്ക് അങ്ങനെ സംഭവിക്കാൻ പറ്റുമെന്നുള്ളത് ശരിക്കും ആ ഒരു സമയത്ത് ഒരു 5-6 കൊല്ലത്തിന്റെ ഒരു ടൈം ഫ്രെയിമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡൗൺ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ആ സമയത്തിൽ ഒരു ഡ്രീം, നമ്മൾ സ്വപ്നത്തിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അടിച്ച 4, ഇവിടെ അടിച്ച 6 നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ. നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ലെവലാണ്. എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ അടിക്കാൻ പറ്റും. ഒരു ഷോട്ടിന് റെഡിയായി കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി വരെ വന്നു കഴിഞ്ഞിട്ട് എന്നാൽ ഇവിടെ ഒരു ഫീൽഡർ ഉണ്ട് ഇപ്പുറത്ത് അടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടൈമാണ്. എന്ന് പറഞ്ഞാൽ കളിക്കുന്ന രീതിയിൽ സച്ചിന് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു 5-6 ഇയേഴ്സിൽ നമുക്ക് നെറ്റ്സിൽ ബോൾ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ തല്ലുന്ന ആ ഹൈറ്റ് 5 അടി 2 ഇഞ്ച് പൊക്കേ ഉള്ളൂ. അയാളുടെ ഈ നെഞ്ചിൽ വരുന്ന ബോള് നമുക്ക് പിറകോട്ട് കളിക്കാം. ഈ ഹൈറ്റിൽ വരുന്ന ആള് ഇയാൾ അത് മുന്നിലോട്ട് അടിക്കുന്ന അതും പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെയാണ്. അടി കൊണ്ടുവന്ന് അന്നത്തെ ഈ ഫെൻസിൽ ഒരു തടിയുടെ ഇതുണ്ടാവും. അപ്പൊ അതിൽ തട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ഈ ബാറ്റിൽ തട്ടുന്ന സൗണ്ട് കഴിഞ്ഞിട്ട് അവിടെ തട്ടുന്ന 1 സെക്കൻഡിനിടയിൽ ആ സൗണ്ട് കേൾക്കാം. അത്ര സ്പീഡിലാണ് പോണത്. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ആ ഫെൻസിൽ ടോപ്പ് 2 സൗണ്ടാണ് കേൾക്കണം. അപ്പൊ അട്ടി കൊള്ളുന്നതിന്റെ സൗണ്ട് ഒരു രക്ഷയില്ലാത്തൊരു, അതും ആ ഹൈറ്റിന്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല ഇയാൾ ഇങ്ങനെ അടിക്കാൻ പറ്റുമെന്നുള്ള. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സച്ചിൻ തെണ്ടുൽക്കർ ഇപ്പോൾ ഏതെങ്കിലും ഒരു മാച്ചിൽ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ നോക്കിയിട്ട് ആ ബോളിന്റെ ആംഗിൾ മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ്റെ നെറ്റ്സിൽ പോയിട്ട് ആ മെഷീനിൽ അതേ ആ ഔട്ടായ ബോൾ റീക്രിയേറ്റ് ചെയ്ത് ഔട്ടായ ബോളിനെ നല്ല രീതിയിൽ അടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതിനെ ബൗണ്ടറി ആക്കി മാറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അയാൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം സീം ഇപ്പുറത്തോട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സീം ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ടാണ് എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. ഒന്നും ഞാൻ ബാറ്റ്സ്മാൻ അല്ല ആണെങ്കിൽ പോലും എനിക്കങ്ങനെ കാണാൻ പല ബാറ്റ്സ്മാൻ അത് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഇപ്പം നൂല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പം പിടിക്കും അവിടെ ഒരു സാധനം, ഈ ത്രെഡ് ഉണ്ടല്ലോ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്, സീം പൊങ്ങിയെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റും അവിടെ ഒരു സാധനം മുറിഞ്ഞ് കിടക്കാണ്, പൊങ്ങിയിട്ടുണ്ടോ. അതുകൊണ്ട് അത്രയ്ക്കും അയാൾ ബോൾ വാച്ച് ചെയ്യുന്നത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തുടങ്ങി ഞാൻ അമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്ട്രൈക്ക് സ്ക്രീനിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് നടക്കാൻ പറ്റില്ല. അതും ഒരു 40 അടി മുകളിൽ ഒരാൾ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി അപ്പം നിർത്തും കളി. കളി നിർത്തും. അയാൾ മാറി അവിടെ അനങ്ങാൻ സമ്മതിക്കൂല. ആദ്യത്തെ ഒരു 1/4 മണിക്കൂർ ഇത് വലിയ പ്രശ്നമാണ്. സച്ചിന് ബാറ്റ് ചെയ്യുമ്പോൾ അമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ്. പറഞ്ഞാൽ കളി നടക്കൂല. സൈഡ് സ്ക്രീൻ അവിടെ അത്രയും മുകളിൽ അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അയാൾ കളി നിർത്തും. നമുക്ക് വല്ലതും പറയാൻ പറ്റും? ഒന്നും പറയാനും പറ്റൂല. പക്ഷെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആരൊക്കെ വന്നാലും ഒരു പ്രശ്നമില്ല. പിന്നെ ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ 40 മിനിറ്റ് അത് ഇത് തന്നെയാണ്. അപ്പം നെറ്റ്സിൽ ബാറ്റ് ചെയ്യുമ്പോഴും മാച്ചിൽ ബാറ്റ് ചെയ്യുമ്പോഴും എല്ലാം പുള്ളിക്കാരനെ സെറ്റായി ഒരു ലെവലാണ്. നമുക്കറിയാം മീൻസ് നമ്മൾ എറിയുന്ന ഒരു സാധാരണ ഒരു ബാറ്റ്സ്മാൻ അല്ല എന്നുള്ളത്. കാരണം ബാറ്റ് കഴിഞ്ഞിട്ട് ഒരു ബോൾ പോയാൽ തന്നെ നമുക്ക് സന്തോഷം. സ്റ്റംപ് കഴിഞ്ഞു സാറിപ്പോൾ പറയുമ്പോഴും നമ്മൾ സച്ചിന്റെ കൂടെ നിൽക്കുക ശരിക്കും. ആ സ്റ്റോറിയിൽ ഭയങ്കര രസമുണ്ട്. ആ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് സാർ. ഇനി സാറ് എനിക്ക് ചോദിക്കാനുള്ള ഈ അമ്പയറിങ്ങിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ശരിക്കും ഈ അമ്പയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന 2 പേരെ ലെഗ് സൈഡും എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് ക്രിക്കറ്റ് പദം 2 അമ്പയർസ് അല്ലേ? 2 അമ്പയർ, ഒരു മെയിൻ അമ്പയർ മീൻസ് ബോളേഴ്സ് എൻഡ് അമ്പയറും സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ബാറ്റ് ചെയ്യുന്ന ആൾ. സ്ട്രൈക്കർ എൻഡിലും ബോളർ എൻഡ് 2 അമ്പയർമാർ. തേർഡ് അമ്പയർ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നെ അത് വന്നിട്ട് 2000 ശേഷമാണ് ഈ തേർഡ് അമ്പയർ വരുന്നത്. TV ഒക്കെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് TV അമ്പയർ. ഇപ്പൊ ഒരു 4th അമ്പയറും കൂടെ ഉണ്ട്. 4th അമ്പയർ എന്ന് പറയുന്നത് അത് മാച്ച് റഫർ ചെയ്യണോ സാർ? അതോ അല്ല, ഒരു അമ്പയർ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഫൈനലിൽ 4th അമ്പയർ ആയിരുന്നു. 4th അമ്പയർ എന്ന് പറഞ്ഞാൽ റിസർവ് അമ്പയർ ആണ്. റിസർവ് അമ്പയർ എന്ന് പറഞ്ഞാൽ ബോൾ ചെക്ക് ചെയ്യുന്നത്, പിച്ച് റോൾ ചെയ്യുന്നത്, എക്യുപ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ടീമിന് ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ബാറ്റ് ചെക്ക് ചെയ്യുന്നത്, ബാറ്റിന്റെ ഇത്രയും തിക്നെസ്സേ പാടുള്ളൂ, അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത് നോക്കും. പിന്നെ ഏതെങ്കിലും അമ്പയറിന്
സുഖമില്ലാണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഫോർത്ത് അമ്പയറിന് പക്ഷെ അന്ന് നമ്മൾ ടി വിയിൽ കാണാറില്ല. നമ്മള് ഇപ്പോഴാണ് ടി വി അമ്പയറിനെ കാണാൻ പറ്റുന്നത്. പണ്ട് ടി വി അമ്പയറിനും കാണാൻ പറ്റൂല, ഫീൽഡിലുള്ള രണ്ടുപേരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ തേർഡ് അമ്പയർ എന്താ അവിടെ സ്കോർ ചെക്ക് ചെയ്യുന്ന അങ്ങനെയാണോ? ഇറങ്ങിക്കോ? അല്ല, നമ്മള് ഇപ്പം അഹമ്മദാബാദിലുള്ള ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ ഏറ്റവും വലിയ സ്റ്റേഡിയം, അവിടെ 1 ലക്ഷം പേര് ഇരിക്കുക. 5 ഫ്ലോറാണ് ഇതിന്റെ നില എന്ന് പറഞ്ഞാൽ. 5ാമത്തെ ഫ്ലോറിലാണ് ഈ ടി വി അമ്പയറുടെ മുറി ഇരിക്കുന്നത്. നമ്മൾ കണ്ട വീഡിയോ ഗെയിമിൽ ഇങ്ങനെ ആൾക്കാർ കളിക്കുമ്പോൾ പോണം അങ്ങനെ ടി വി അമ്പയർ റൂമിൽ നിന്ന് കാണുന്ന ഇത്രയും ഒരു ചെറുതായിട്ട് മിനിയേച്ചർ ആയിട്ടുള്ള സാധനം കിടന്ന് ഇങ്ങനെ ഓടുന്ന സ്ട്രൈറ്റ് വ്യൂ ആയിരിക്കും. അപ്പൊ അതില് നമ്മൾ ആദ്യം ഈ 4 ഫീൽഡർ മിനിമം ഫീൽഡേഴ്സ് ഈ റിങ്ങിന്റെ അകത്ത് ഉണ്ടാവുന്ന റൂളുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്ക് ഓൺ ഫീൽഡ് അമ്പയറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ 3 മോണിറ്റർ ഉണ്ട്. ഇപ്പൊ നമ്മളെങ്ങനെ പറഞ്ഞാൽ എല്ലാ ബോളും നമ്മൾ നോ ബോൾ നോക്കണം. ടി വി അമ്പയറിനാണ് പണി കൂടുതൽ. അപ്പൊ അതിൽ എല്ലാ ബോളും നമ്മൾ ബാക്ക് ഫുട്ടും നോക്കണം, ഫ്രണ്ട് ഫുട്ടും നോക്കണം. പിന്നെയുള്ളത് ഇത് കഴിഞ്ഞ ഉടനെ 4 വല്ലതും പോകുന്നുണ്ടോ, പിന്നെയുള്ള എത്ര ബോളായി നമ്മൾ നോട്ട് ചെയ്യണം. നോ ബോൾ നോക്കുന്ന ശരിക്കും ടി വി അമ്പയർ ആണ്. നോ ബോൾ വിളിക്കുന്നത് ആ അമ്പയർ നോക്കിയിട്ടല്ലേ പറയണം. എനിക്ക് അറിയായിരുന്നു. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതാണ് ഇപ്പൊ സാറ് മാറ്റി പറഞ്ഞത്. ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നോ? അല്ല, അവരെന്നെ വിളിക്കണമായിരുന്നു നേരത്തെ. അവരെന്നെ വിളിക്കണമായിരുന്നു. ആ ഫീൽഡിലുള്ള അമ്പയർ കണ്ടിട്ട് അയാൾ എന്നെ നോ ബോൾ വിളിക്കണമായിരുന്നു. ഇപ്പൊ അയാൾ താഴെ നോക്കേ വേണ്ട, ഫുട്ട് നോക്കണ്ട. അതിന് പകരം ഈ കാല് വന്ന് വീഴുമ്പം ഒരു സ്ലോ മോഷനിൽ വന്ന് ഒരു കാലിങ്ങനെ വരും. എന്നാലും നിങ്ങളുടെ കണ്ണ് അങ്ങനെയൊക്കെ പോകൂലേ? പണ്ട് തൊട്ടേ നിങ്ങൾ നോക്കി അല്ല, നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറാം. അപ്പൊ അത് അങ്ങനത്തെ പ്രശ്നമല്ല, നോക്കണമെങ്കിലാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഇത് നോക്കാണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക്കിൽ വരുന്ന സമയത്ത് ടി വി അമ്പയർ ഇല്ല. അപ്പൊ നമ്മൾ തന്നെ വിളിക്കണം. അപ്പൊ മറ്റേത് ശീലിച്ചു കഴിഞ്ഞാൽ അപ്പൊ നോക്കാൻ ഇപ്പൊ പാടാണ്. മറ്റേത് കുഴപ്പമില്ല, നോക്കണ്ടെന്ന് പറയുമ്പോൾ അവിടെ മാത്രം നോക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ നോക്കാണ്ട് ശീലിച്ചു പോയി, ഇനി തിരിച്ച് നോക്കണമെന്ന് പറയുമ്പോൾ അത് പാടാണ്. സാർ, ഒരു ഡൗട്ട്. പണ്ട് മുതലേ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഈ ഓരോ ഓവർ കഴിയുമ്പോഴേ ഫീൽഡ് മാറുകയും ചെയ്യും, അമ്പയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെയാണത്? അതുകൊണ്ട് ഓരോ എൻഡിൽ നിന്നാണ് എറിയുന്നത്. ഒരു എൻഡിൽ നിന്ന് ഇപ്പം പിച്ച് ഇങ്ങനെ നീണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഇപ്പുറത്ത് നിന്ന് ഒരു ഓവർ എറിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് ഒരു ഓവർ. അതാണ് ട്രഡീഷൻ ആയിട്ട് നമ്മുടെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പൊ അമ്പയർമാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതിന് വരും, ഇയാൾ ഇങ്ങോട്ട് മാറും. പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ബോളർ ആൻഡ് അമ്പയർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അയാൾ അങ്ങോട്ട് വരും, പിന്നെ തിരിച്ച് ഇയാൾ ഇങ്ങോട്ട് വരും, തിരിച്ച് അയാൾ അങ്ങോട്ട് പോകും. ഇതിൽ കാണികൾക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ പിച്ച്? അല്ല, പിച്ച് മാറുന്നല്ല, കാണികൾക്ക് വേണ്ടിയിട്ടല്ല, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു അമ്പയറും മറ്റേതെങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ 100 ഓവർ അല്ലെങ്കിൽ 90 ഓവർ. ഇപ്പൊ 50 ഓവർ വൺ ഡേ മാച്ച് ആണെങ്കിൽ 50 ഓവറാണ്. ഞാൻ തന്നെയാണ് എല്ലാ LBW കൊടുക്കേണ്ടത്. എല്ലാ ബോളും ഞാൻ തന്നെ നോക്കണം. അപ്പൊ അതിന് ഷെയർ ചെയ്യാനായിട്ട്, അതിന്റെ ലോഡ് ഷെയർ ചെയ്യാനായിട്ട് അയാള് വരും. അതേപോലെ ബോളറും ഇപ്പൊ ഇവിടെ നിന്ന് മാത്രം എറിഞ്ഞുകൊണ്ട് ഒരു 100 ഓവർ എറിയുമ്പോൾ വേറെ ടയർ ഇവിടെ കാല് മറ്റേ സ്പൈക്ക് ഇട്ടിട്ടാണ് എറിയുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇളകി വരും. അപ്പം 100 ഓവറും ഇവിടെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇളകി അങ്ങ് വരും. അതൊക്കെയാണ് റീസൺ. കാണികൾക്ക് കാണുമ്പോഴേ രണ്ട് സൈഡിലും ബാറ്റ്സ്മാൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് കാണാം, അപ്പുറത്ത് രണ്ടുപേർക്കും ഈക്വൽ സൈഡിൽ കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാ പറയുക, ഈ ലോഗോ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് പെപ്സിയുടെ ലോഗോ ആയിരിക്കും, അപ്പുറത്തായിട്ട് വേറെ കൊള്ളാമല്ലോ. പണ്ട് തൊട്ടല്ലേ സാറ് സച്ചിന് നെറ്റ്സിൽ, അതേപോലെ സച്ചിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. ഗവാസ്കർ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഇവരൊക്കെ ഇപ്പം ഈ മൊമെന്റിലൊക്കെ കണ്ടപ്പം സംസാരിച്ചിട്ടുണ്ടോ? അവർക്ക് ഓർമ്മയുണ്ടോ സാറിന്? ഇല്ല, ഓർമ്മ കാണത്തില്ല. അവര് നെറ്റ്സിൽ നമ്മൾ ബോൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഇന്ത്യൻ ടീമിലൊന്നും കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഓർമ്മ കാണാൻ സാധ്യത കുറവാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പണ്ട് കളിക്കുമ്പം ഇപ്പോൾ കൊല്ലത്തിൽ ഏതെങ്കിലും ഡിസ്ട്രിക്ട് കളിച്ചൊരു പ്ലെയറോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഏതെങ്കിലും ചിലവരെ ഓർമ്മ ഉണ്ടാവും. നമുക്ക് ചിലവർ പറയുമ്പം അറിയാം. ഇതുകൊണ്ടല്ല, ഹെഡ് വെയിറ്റോ അങ്ങനത്തെ ഓർമ്മ നിൽക്കില്ല. ഇത്രയും ആൾക്കാരെ നമ്മൾ നോക്കുമ്പം, ഇത്രയും പ്ലെയേഴ്സിനെ നോക്കുമ്പോൾ, ടെണ്ടുൽക്കറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു 30 കൊല്ലത്തോളം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അയാൾക്ക് ഓർമ്മ നിൽക്കാനുള്ള ചാൻസ്. മേ ബി കഥ പറയുമ്പോഴുള്ള സിനിമയില് മമ്മൂട്ടി പറയും പോലെ ഏതെങ്കിലും സച്ചിൻ ഏതെങ്കിലും ഒരു ഇവന്റിൽ വരുമ്പോൾ സാറിനെ പറ്റിയിട്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അനന്ത പത്മനാഭൻ എന്ന് പറയുമ്പോൾ സാർ കരഞ്ഞോണ്ടൊക്കെ ഓടുന്നു വീട്ടിലോട്ട്. എനിക്ക് അവിടെ നിൽക്കാൻ അങ്ങനെ ഒരു സാധനമൊക്കെ കൊള്ളായിരുന്നല്ലേ അങ്ങനെ മൊമെന്റൊക്കെ. പിന്നെ സാർ, ഈ അമ്പയറിംഗിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ടെക്നോളജീസ് ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ ഷിഫിൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ടെക്നോളജി. അതെന്തായിരുന്നു? അതായത് അമ്പയറിംഗ് ഇപ്പം എന്തായാലും ഇത്രയായില്ലേ, 3rd അമ്പയറായി 4th അമ്പയറായി.
അവിടെ നിൽക്കുന്ന അമ്പയറിന്റെ ആവശ്യം കുറഞ്ഞു വരികയാണ്. നാളെ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി അമ്പയറിന്റെ ആവശ്യം ഇല്ലാതായി മാറിയിട്ട് ഒരു AI അമ്പയറിനെ കൊണ്ട് നിർത്തേണ്ട ഒരു അവസ്ഥ വരും. വരാൻ സാധ്യത ഇല്ലെന്നില്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ LBWയുടെ പണ്ടൊക്കെ അമ്പയർ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് തന്നെയാണ്. അത് തെറ്റാണെങ്കിലും കറക്റ്റ് ആണെങ്കിലും. DRS കൊണ്ടുപോയി ഇപ്പൊ DRS എന്ന് പറയുന്നത് ഡിസിഷൻ റിവ്യൂ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ അതിൽ ബാറ്റ്സ്മാർക്ക് 2 ഡിസിഷൻ ചാലഞ്ച് ചെയ്യാനുള്ള തെറ്റായിട്ട് പോയി കഴിഞ്ഞാൽ 2 വരും. അപ്പൊ അതിൽ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോൾ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അൾട്രാ എഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അതെല്ലാം കാണുമ്പോൾ നമുക്ക് സ്ലോ മോഷൻ, നമ്മുടെ കണ്ണ് കാണുന്നത് ഒരു 30-40 ഫ്രെയിം റേറ്റിലാണ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന 2D ആണ്. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന മാത്രമേ ഉള്ളൂ, അവിടെ നിന്നുള്ള ഡെപ്ത് കാണൂലല്ലോ. എത്ര ദൂരം ബോൾ പോയി, സ്റ്റമ്പ് കഴിഞ്ഞു പോയോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ബോൾ പോണത് ഇപ്പൊ 140-ലൊക്കെയാണ് ഒരുവിധമുള്ള എല്ലാ ഫാസ്റ്റ് ബോളേഴ്സ് എറിയണം, 140-ലാണ്. നമുക്ക് ഒരു കാറ് നമുക്ക് സ്പീഡ് അറിയണം. നമ്മളിപ്പം ഫ്ലൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ഫ്ലൈറ്റ് സ്പീഡിൽ പോകുന്നുണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷെ ഒരു കാറ് പാഞ്ഞു പോകുമ്പോൾ നമ്മൾ സൈഡിൽ നിന്നാണ് കാണുന്നത്. നമ്മൾ സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് പാഞ്ഞു പോയി എന്നുള്ളത് അറിയണം. നമ്മൾ നേരെ കണ്ടുകൊണ്ടിരുന്ന അതിന്റെ സ്പീഡ് അറിയാൻ പറ്റില്ല. നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 100-ൽ പോകണത് നമ്മൾ അറിയൂല. നമ്മൾ ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 100 നല്ല റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയും. പക്ഷെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. നമ്മൾ അമ്പയർ നിൽക്കുമ്പോൾ സെയിം പ്രശ്നമാണ്. ഇപ്പം നിങ്ങളിപ്പം TV-യിൽ കാണുന്ന ആൾക്കാർക്ക് സ്ലോ മോഷനിൽ കാണുമ്പോൾ ഈ അമ്പയർ ഇത് ഇങ്ങനെ കാണാൻ വിട്ടുപോയത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 സൈഡും 3 സൈഡൊക്കെ കാണാം. എല്ലാ സൈഡിലും ക്യാമറ ഉണ്ട്, 28 ക്യാമറയുണ്ട്. ക്യാമറയുടെ ഫ്രെയിം റേറ്റ് 300 ഫ്രെയിം റേറ്റ്, നമുക്ക് 30 ഉള്ളൂ. നമ്മുടെ കണ്ണിന്റെ ഫ്രെയിം റേറ്റ് നമ്മൾ പിച്ച് നമ്മൾ TV-യിൽ കാണുമ്പോഴും ചെറുതായിട്ട് വ്യത്യാസമാണ്. അതിലും ബോൾ ഇപ്പൊ ലൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ ബോൾ പോകുന്ന ഇപ്പൊ ക്യാച്ച് വിടുന്ന ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ക്യാച്ചൊക്കെ ഈ ക്യാച്ച് വിടാൻ പറ്റുമെന്നുള്ളത്. അത് 1 സെക്കൻഡ് ലൈറ്റിന്റെ ഇടയിൽ ബോളായി, വെള്ള ബോളിന്റെ ഇടയിൽ വെള്ള ലൈറ്റ് വരുന്നതാണ്, മുകളത്തെ ലൈറ്റ്. ഒരു സൈറ്റ് ബോൾ 1 സെക്കൻഡ് കാണാൻ പറ്റൂല, കാണാണ്ട് പോയി കഴിഞ്ഞാൽ പോയി. അപ്പൊ നമ്മൾ അമ്പയർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിലിരിക്കുന്ന ബാക്ക് ഡ്രോപ്പ് നമ്മൾ പലപ്പോഴും പല ആൾക്കാർ അറിയാത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളയായിരിക്കും. നമ്മുടെ ബാക്കിൽ നമ്മുടെ ബാറ്റ്സ്മാന്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നത്. പരസ്യം കൊടുക്കുന്നത് ഈ രാത്രി കാണുമ്പോൾ നല്ല പറഞ്ഞാൽ പരസ്യം വന്നില്ലെങ്കിൽ കളിയില്ലല്ലോ, പൈസ ഇല്ലെങ്കിൽ കളിയില്ല. അപ്പൊ അതിന് അവർക്ക് ബ്രൈറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പരസ്യം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിനൊരു ലുക്കുള്ളൂ. അപ്പൊ നമുക്കത് മാറ്റാനൊന്നും പറ്റത്തില്ല. അതിന്റെ ഇടയിൽ കൂടെ ബോൾ വന്നാൽ നമ്മൾ പോയി. സാർ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു എഡ്ജ് വരുന്നു, അപ്പം നിങ്ങൾ ആക്ച്വലി അത് ഈ ഗാലറിയുടെ ശബ്ദത്തിനിടയിൽ എന്തായാലും നമ്മുടെ അവിടുത്തെ ക്രൗഡിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ, അപ്പൊ ഈ എഡ്ജ് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് കേൾക്കാൻ പറ്റത്തില്ല. നമ്മള് ഒരു ഊഹത്തില് ഇപ്പൊ എന്റെ അടുത്ത് ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗസ് വർക്കിൽ അങ്ങ് പൊക്കും, നെറ്റി പൊട്ടൽ. അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മ എന്തായാലും കേൾക്കൂലല്ലോ, ഉറപ്പായല്ലോ. മീൻസ് നമുക്ക് കേൾക്കാൻ നമ്മൾ സംസാരിക്കുന്ന എന്ത് ചെയ്താലും നമുക്ക് കേൾക്കൂല എന്നുള്ള ഉറപ്പായി. ആദ്യത്തെ ഒരു പ്രാവശ്യം ഇറങ്ങുമ്പോഴേ ഈ പേടിയൊക്കെ ഉള്ളൂ. പിന്നീട് നമ്മൾ മറ്റവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പം എനിക്ക് ആർക്കും കേൾക്കാൻ പറ്റില്ല. കീപ്പർ തന്നെ പലപ്പോഴും അപ്പീൽ ചെയ്യൂല. കേൾക്കൂല കീപ്പർ തന്നെ. നമ്മൾ IPL നോക്കിക്കഴിഞ്ഞാൽ ബോളർ അപ്പീൽ ചെയ്യൂല, ചില സമയത്ത് കീപ്പർ അപ്പീൽ ചെയ്യില്ല. ചില സ്ഥലത്തിലുള്ള ഫീൽഡർക്ക് കേൾക്കും. അവരാണ് DRS എടുക്കാൻ പറയുന്നത്. സൈഡിൽ വരുന്ന ആൾക്കാര്, സ്ട്രൈറ്റിൽ വരുന്ന ചില സമയത്ത് കാറ്റിന്റെ ഡയറക്ഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില ആൾക്കാർക്ക് കേൾക്കും. ഈ പ്ലേയേഴ്സ് 11 പേര് ഉള്ളതുകൊണ്ട് അവർക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ കണ്ണ് ഇപ്പം ചിമ്മിയില്ലേ, അത് ചിമ്മുന്ന റോങ് ടൈമിൽ ചിമ്മിയ ബോൾ പോയി 140-ലല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യണം. വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സാർ, ധോണി ബാക്കി നിൽക്കുന്ന സമയത്ത് ഈ റിവ്യൂ സാറിന് കുറച്ചുകൂടെ എളുപ്പമായിട്ട്, എന്ന് വെച്ചാൽ അതൊരു പുള്ളി വിളിക്കുന്ന അത്രയും ആണെങ്കിലേ വിളിക്കുള്ളൂ. ധോണിയുടെ ഇതിൽ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പ്ലെയർ ട്രേറ്റ് ഉണ്ട്. ഒരാളുടെ അപ്പീൽ എങ്ങനെയാണ് അത് നമ്മൾ എക്സ്പീരിയൻസിൽ നമ്മളത് പിക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ ധോണിയുടെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു കള്ള ബോൾ എടുത്ത് എറിയുന്ന, ഒരു കള്ള അപ്പീൽ ചെയ്ത് ബോൾ പൊക്കി ഇടുന്ന സംഭവം ഇല്ല. ഞാൻ ഇതുവരെ ധോണിയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 10 കൊല്ലമായിട്ട് അമ്പയറിങ് കാണുകയാണ്. അയാൾ ബോൾ പിടിച്ച് പൊക്കി ഇട്ട് കഴിഞ്ഞാൽ ഔട്ട് 99 അല്ല, ഞാൻ ഔട്ട് കൊടുക്കും. ഔട്ട് വേറെ അത് എവിടെയെങ്കിലൊക്കെ പോയില്ലേ എന്നുള്ള അതിന് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബാറ്റിന്റെ അടുത്തൂടെ എവിടെയെങ്കിലും ഒന്ന് തട്ടിയിട്ടുണ്ടാവും. അല്ലാണ്ട് അയാൾ പൊക്കി ഇടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഞാൻ മാത്രമല്ല, ലോകത്തിലുള്ള ഏത് അമ്പയർമാരായാലും സെലിബ്രേറ്റ് അയാൾ ഹൗസ് ദാറ്റ് ഒന്നും വേണ്ട. എടുത്ത് ബോൾ ഇട്ട് കഴിഞ്ഞിട്ട് അയാൾ നടക്കുന്ന നടത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റും
അത് ക്യാച്ച് തന്നെയാണ്, അതുകൊണ്ടാണ് അല്ലെങ്കിൽ അയാൾ നടക്കൂല. പിന്നെ റിവ്യൂ മറ്റേ എടുത്താൽ മതി. അതുകൊണ്ടാണ് DRS ധോണി റിവ്യൂ സിസ്റ്റം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് ആ ഒരു നമുക്കതൊരു ആശ്വാസമുണ്ട് നമ്മൾ അത് കാണുമ്പോൾ. അതേപോലെ അയാൾ അപ്പീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മീൻസ് 100% ഒരു ഡൗട്ടുണ്ട്, അപ്പൊ എവിടെയെങ്കിലൊക്കെ തട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ അപ്പീൽ. അപ്പൊ അതിൽ നമ്മൾ ചിന്തിക്കുക, കൊണ്ടിട്ടുണ്ടോ കൊണ്ടിട്ടില്ലോ. നമുക്ക് പിന്നെ അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഡ് കൊടുക്കണ്ട. ഇപ്പൊ കാലിന്റെ അടുത്തൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിൽ തട്ടാണ്ട് പോവുകയാണെങ്കിൽ വൈഡ് വിളിക്കണം. അപ്പൊ ധോണി നിൽക്കുന്ന സമയത്ത് ധോണി പിടിച്ചിട്ട് കൈ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിൽ തട്ടിയിട്ടില്ല, പക്ഷെ വേറെ എവിടെയോ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ കൈ വൈഡ് കൊടുക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് യന്ത്രമേറ്റ തന്ത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ് അമ്പയർ ചെയ്യുന്നത്. സാർ ഇപ്പൊ പറഞ്ഞ ഒരു പദമുണ്ട് ഹൗസ് സാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് പണ്ട് എറിഞ്ഞിട്ട് ഔട്ട് ഞാൻ എന്റെ കോളേജ് ലൈഫിൽ ഹൗസ് സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൗസ് സാറ്റ്? ഹൗ ഈസ് ദാറ്റ് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത് എന്തോന്നാണ്, ഔട്ടാണോ ഔട്ട്. ഈ ഇംഗ്ലീഷുകാരന്മാര് പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാം പക്കയായിട്ട് അമ്പയർമാരും ജഡ്ജിന്റെ ഒരു റോളിലാണ്. അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അത് തുടങ്ങുന്ന കാലത്ത്. ഇപ്പോഴത്തുള്ള ഇതല്ല, പണ്ട് ഈ അമ്പയർ എന്ന് പറയുന്ന ആള് ഏറ്റവും അവര് ഏറ്റവും കൂടുതൽ അപ്പൊ അവരുടെ ചോദിക്കുന്ന സർ എന്നല്ല അങ്ങനെയൊക്കെ വിളിക്കാവൂ. അങ്ങനത്തെ അവർ കോട്ടിട്ടിട്ടേ വരുള്ളൂ. കാരണം ഈ വക്കീല് പോലെ ടെസ്റ്റ് മാച്ച് പണ്ട് കോട്ടൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആദ്യത്തെ ടൈമിൽ. എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിന്റെ ഒരു റോളിലാണ്. അപ്പൊ അയാളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഫോമാണ്, അതെങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഔട്ടാണെങ്കിൽ ഔട്ട് കൊടുക്കും, കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് അല്ലെങ്കിലും മിണ്ടാൻ പാടില്ല, നടന്നു പൊക്കോളാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആദ്യം തുടങ്ങുമ്പോൾ. ഈ കയ്യാങ്ങിയൊക്കെ എവിടെന്നാ പറഞ്ഞത്? അത് ആക്ച്വലി 6 തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെയാണ് കാണിക്കുന്നത്. പണ്ട് ഈ 6ന്റെ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അങ്ങോട്ട് പോയി എന്നുള്ള രീതിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് മാറി മാറി നമ്മളിപ്പോ ഇങ്ങനെ കൈ പൊക്കല് മാത്രം. പണ്ട് ഈ 6 കാണിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി എന്നുള്ള. പണ്ട് 4 കാണിക്കണം 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും 4 പ്രാവശ്യം ബാസും പോയി എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ അതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ വന്ന് ചെറിയ വൈഡ് വരുന്ന ഒരു അത് ലേറ്റർ ആണ്. പണ്ട് വൈഡില്ല. ഈ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ വൈഡ് എന്നുള്ള വൺ ഡേ മാച്ച് ഒക്കെ വരുമ്പോഴാണ് ഈ വൈഡ് വരുന്നത്. അപ്പൊ നോ ബോൾ എന്ന് പറഞ്ഞ് വരുന്നതും ഈ ലൈൻ എന്നുള്ള രീതിയിൽ ലൈനിന്റെ അപ്പുറത്തോട്ട് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് അവർ ആദ്യത്തെ ഇത് കൊണ്ടുവരുന്നത്. ഈ അമ്പയർമാരുടെ അതില് ഓരോരോ വരുന്ന സമയത്ത് ഔട്ട് ഇങ്ങനെ മീൻസ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം അത് ഈ പോകുന്ന അങ്ങോട്ട് കാണിക്കുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ പുറത്തോട്ട് പോവാം, അതാണ് അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് സ്ഥലം. എന്നിട്ട് ഇത് കഴിഞ്ഞ് പോവാം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ വർഷം നോബോളിനെ പറ്റി പറഞ്ഞു, ഈ വർഷം എന്തെങ്കിലും ഈ നോബോൾ ബോക്സിനകത്ത് എന്തെങ്കിലും റൂൾ ചേഞ്ച് വന്നു സാർ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ റണ്ണിങ് ഔട്ട് നോൺ സ്ട്രൈക്കർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അതില് നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റൺഔട്ട് ഇതുവരെ ചെയ്യാം എന്നുള്ളൊരു റൂളുണ്ട്. ഇപ്പൊ നമ്മള് ബോള് റണ്ണപ്പിൽ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇപ്പം അവസാനത്തെ ബോൾ 1 റണ്ണ് വേണം ജയിക്കാൻ. അപ്പൊ ഈ ബോൾ തുടങ്ങിയ ബോൾ പ്ലേയിലായെന്നാണ് റണ്ണപ്പിൽ. അപ്പൊ നല്ലൊരു റണ്ണപ്പുള്ള ആള് 30 യാർഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അയാൾ തുടങ്ങിയ ബോൾ പ്ലേയിലായി, പെട്ടെന്ന് 1 റണ്ണ് ഓടിയാലോ ആ സമയത്ത് തന്നെ എറിഞ്ഞു തുടങ്ങിയ സമയത്ത് തന്നെ ഓടി. പണ്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ ചെയ്താൽ റൺ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അത് തന്നെ പറയണം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരാൾ ചെയ്ത് കാണണം തീർച്ചയായിട്ടും. അയാൾ ബുദ്ധി യൂസ് ചെയ്തിട്ട് കളിയായി 1 റണ്ണ് വേണം ഓടി എറിയുന്നതിന് മുമ്പ് ഓടി 1 റണ്ണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് റൂള് കൊണ്ടുവന്നു. സ്റ്റീലിംഗ് ബഫറാണ്. അപ്പൊ ഇതിന് സ്റ്റീലിംഗ് പറ്റത്തില്ല എന്നുള്ള റീല്. അപ്പൊ അതിന് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് റണ്ണപ്പ് ഓടി വന്ന് എറിയണതിന് മുമ്പിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബാസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബാസുമാർ അവർ 2 ഓടണമെങ്കിൽ അയാൾ ഇങ്ങോട്ടും ഇയാൾ അങ്ങോട്ടും പോകണ്ടേ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഡെഡ് ബോൾ വിളിച്ചിട്ട് ആ ബാസുവിനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിളിക്കുക, റണ്ണ് ഡിനൈ ചെയ്യുമായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അത് തന്നെ ഇല്ല ടോട്ടലി. ഇപ്പൊ അത് മാറ്റിയിട്ട് ഇയാളെ അവർ റണ്ണൗട്ട് തന്നെ ആക്കാം എന്ന് പറഞ്ഞാൽ ഇയാൾ ഓടി തുടങ്ങുമ്പോൾ ആ റണ്ണ് എന്തായാലും ഓടിയ റണ്ണും ഇല്ല. ഇയാളെ റണ്ണൗട്ട് ആക്കണമെങ്കിൽ റണ്ണൗട്ട് ആക്കുകയും ചെയ്യാം. അപ്പൊ അതിനൊരു സമയം ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബോളർ ഓടി വന്നിട്ട് എറിയാനുള്ള ചാട്ടം ചാടുമല്ലോ, ചാടിയിട്ട് കൈ ഇതുവരെ വന്നു കഴിഞ്ഞാൽ പിന്നെ എറിഞ്ഞേ പറ്റും. പിന്നീട് അയാൾക്ക് ഋഷഭ് പന്തിന്റെ അപ്പൊ അതിലെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇയാൾ ഇതുവരെ എടുത്തിട്ടുള്ളൂ, എടുത്തു കഴിഞ്ഞ് ക്രീസ് കഴിഞ്ഞ് പോയി. അതാണ് കൊടുക്കാത്തത്. അപ്പൊ അമ്പയറിനും ഒരു ഇത് കൊടുക്കണു. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒരു 2 ഇത് പറയുന്നുണ്ട്.
ഈ കൈ എടുക്കാണ്ട് ഇയാൾ ക്രീസ് കഴിഞ്ഞു പോയാൽ അവിടെയും ഡെഡ് ബോൾ വിളിക്കണമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇയാളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് എടുത്തോ എടുത്തില്ലയോ എന്നുള്ളതിന്റെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട് ഈ ഇൻസിഡന്റില്. കൈ കറക്കണ്ടേ, കൈ കറക്കാൻ വരുമ്പം തട്ടണമെന്നാണ്. അപ്പൊ അന്ന് ഈ സ്പിന്നർ ആയതുകൊണ്ട് അയാൾ കൈ കറക്കിയോ ഇല്ലയോ എന്നുള്ളത് അന്നത്തെ ടി വി എംപയറിന് ഒരു സംശയം. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ വന്നു ചേട്ടാ, അതായത് അതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്പയർമാർക്ക് തലവേദന ഇല്ലാണ്ട് അങ്ങ് പോയി, കോൺട്രവേഴ്സി ഇല്ലാണ്ട് പോയി. അല്ല, അയാള് ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് തന്നെ നോട്ട് ഔട്ട് കൊടുത്ത് തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഇപ്പൊ ഒരു തീരുമാനമായി, ഇനി വരാനുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി കൈ ഫുള്ളും വരണോ, പകുതി വന്നാൽ മതിയോ, ക്രീസ് ക്രോസ് ചെയ്ത്. ഇപ്പൊ ഓരോരോ സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, നമ്മൾ വിചാരിച്ച റൂളെല്ലാം കവർ ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ വരുമ്പം വീണ്ടും ഇത് MCCക്ക് എഴുതും. ഇംഗ്ലീഷുകാരന്മാരാണല്ലോ ഈ റൂൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതില് അവര് ഒരു ടൈം ഫ്രെയിം വീണ്ടും അവരാണ് റൂള് ഫിക്സ് ചെയ്യുന്നത്. ICCയുടെ മാച്ച് അല്ല ICC ഫിക്സ് ചെയ്യും. ഈ MCCക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തേർഡ് അമ്പയർ ഒന്നും, അവരുടെ കോൺസെപ്റ്റിൽ തേർഡ് അമ്പയറോ ഈ അമ്പയറിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അവരിപ്പോഴും ആ പഴയ ഇതിലുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവർ ഇതൊന്നും അഡ്രസ്, ഇതിപ്പം TV എംപയർക്ക് പോയോണ്ടാണ് ഇത്രയും പ്രശ്നം. മനസ്സിലായി. TV എംപയർക്ക് പോകുമ്പോഴാണ് TV എംപയർ ഈ പുറത്തു പോണതും കൈ വരുന്നത് പകുതി വരുന്നതും എല്ലാം കാണുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ചേട്ടാ കണ്ടിട്ടുണ്ടോ, പണ്ട് എനിക്ക് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയാണെന്ന് തോന്നുന്നത്, ലാസ്റ്റ് ബോൾ ജയിക്കാനെന്തോ 5-6 റൺ വേണം. അപ്പൊ കുറെ 80s നടന്ന സംഭവമാണ്. അപ്പൊ ഈ ഓസ്ട്രേലിയൻ ബോളർ വന്നിട്ട് അൺറാം, അപ്പൊ അത് ഭയങ്കര നെഗറ്റീവായി. അയാൾക്ക് അടിക്കാൻ പറ്റത്തില്ല സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാന്. പക്ഷെ അതൊരു എന്താ പറയുക, ന്യൂസിലാൻഡുമായിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. ഗ്രെഗ് ചാപ്പൽ ആണ് ക്യാപ്റ്റൻ ആയിരുന്നത്. ഗ്രെഗ് ചാപ്പൽ അയാളുടെ അനിയൻ ട്രെവർ ചാപ്പലിന്റെ അടുത്ത് ഇത് എറിയാൻ പറഞ്ഞാണ് അണ്ടർറാമിന്റെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അണ്ടർറാം ബാൻ ചെയ്തു. 6 റൺ ജയിക്കാൻ അലോഡായിരുന്നു. പക്ഷെ ഇങ്ങനെ ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ 6 അടിക്കാൻ പറ്റൂലല്ലോ. ഞാനൊക്കെയാണെങ്കിൽ വന്ന് ബാറ്റ്സ്മാൻ ആണെങ്കിൽ അത് കൈ പന്തെടുത്തിട്ട് അന്ന് ഇല്ലായിരുന്നു, അന്ന് ഡെഡ് ബോൾ ഇല്ലായിരുന്നു. ഇപ്പം ഒരു കുത്തിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ബോൾ 2 പ്രാവശ്യം പിച്ച് ചെയ്താൽ തന്നെ ഡെഡ് ബോളാണ്. നോ ബോളും ഡെഡ് ബോളുമാണ് ഇപ്പൊ. അങ്ങനത്തെ കുറെ, അതുകൊണ്ട് ഈ കളി നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോ അപ്ഡേറ്റ് ചെയ്ത് ഇത്രയും പറഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ ഈ 1 റണ്ണിനൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഇപ്പം 1 റണ്ണിന്റെ ജയവും തോൽവിയും വളരെ, കാരണം വർഷത്തിൽ ഒരു 5-6 മാച്ചെങ്കിലും വേറെ. ഇപ്പം IPL തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ബോളിൽ ഈ 60 മാച്ചിന്റെ ഇടയിൽ തന്നെ ഒരു 10 മാച്ചെങ്കിലും അവസാനത്തെ ബോളിൽ ഒരു തീരുമാനം വരുന്ന രീതിയിൽ 10 മാച്ചെങ്കിലും വരുന്നുണ്ട്. അപ്പൊ അതിൽ ഈ 2 കുത്ത് ചെയ്യുന്നതും ഈ അണ്ടർആമിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കളി അവിടെ എല്ലാവരും കൂടെ വയലന്റ് ആവും. അപ്പൊ അത് ചേട്ടൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ ചേട്ടൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബോൾ എടുത്തിട്ട് തുപ്പിയിട്ട് അത് ശരിക്കും എന്തോ സംഭവമാണ്. എനിക്കൊന്ന് സ്വിങ്ങിന് എന്തോ വേണ്ടിട്ടല്ലേ, അതുപോലെ തന്നെ ഇപ്പൊ ബോൾ മാറ്റുമ്പോഴും കളിക്കാരുടെ ബാറ്റ്സ്മാൻമാരുടെ മുഖം മാറും. പെട്ടെന്ന് അടിച്ചു കളഞ്ഞ 6 അടിച്ചു കളഞ്ഞ ബോൾ പുതിയത് വല്ലതും, അല്ലെങ്കിൽ കാണികളുടെ ഇടയിൽ പോയ ബോൾ പുതിയതായിട്ട് കിട്ടിയില്ലെങ്കിൽ, തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ ബോൾ പുതിയതായിട്ട് കൊണ്ടുവരും. അത് വരുമ്പോ ബാറ്റ്സ്മാൻമാരും ഒരു എല്ലാ ഓവറിനും ഉണ്ടോ? 10 ഓവർ, 20 ഓവർ, 30 ഓവറിന്റെ ബോൾസ് അതെങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത്? ഇപ്പൊ ബോൾ സ്പെയർ ബോൾ അതന്നെ ഞാൻ ഫോർത്ത് അമ്പയറിന്റെ ജോലിയിൽ ഒരു ജോലി അതാണ്. പല ടൈപ്പിലുള്ള, ഇപ്പം T20 മാച്ച് ആണെങ്കിൽ ആദ്യത്തെ 5 ഓവറിന്റെ ഇടയിൽ 12 ബോൾ സ്പെയർ ബോൾ ഉണ്ടാവും. 12 ബോൾ അതെല്ലാം ഡിഫറെന്റ് ഓവേഴ്സ് കളിച്ച ബോൾസ്. അതെ, ആദ്യത്തെ ഒരു 3-4 ഓവറിന്റെ ഇടയ്ക്ക് ഒരു 3 ബോൾ, പിന്നെ അത് 10 ഓവറിന്റെ വരെ, ഒരു 14 ഓവർ വരെ, 17 ഓവർ വരെ, 20. അപ്പൊ അങ്ങനത്തെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെങ്കിൽ അതന്നെ ചിലതൊക്കെ തന്നെ. ആക്ച്വലി ഒരു മാച്ച് ഞാൻ അമ്പയർ ചെയ്യുന്ന മാച്ച് RCBയും CSKയും കളിക്കുന്ന സമയത്ത് CSKക്ക് 14 റണ്ണ് ലാസ്റ്റ് ഓവറിൽ വേണം. ധോണി ബാറ്റ് ചെയ്യാണ്. ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ RCBക്ക് ബോൾ മാറ്റണമെന്നുണ്ട്. അപ്പൊ നമുക്ക് CSK നമ്മൾ ഈക്വൽ ആയിട്ട് നിൽക്കണം. അപ്പൊ CSKക്ക് ബോൾ നമ്മൾ മാറ്റി കൊടുത്തില്ല. അവര് പറഞ്ഞ ബോൾ സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡ്യൂ വരുന്ന സമയത്ത് ചെറുത് സ്ലിപ്പ് ചെയ്യും. അപ്പൊ നമ്മളത് തുടച്ചിട്ട് അപ്പൊ അതിൽ ഈ ഡ്രൈ ബോൾ വന്നു കഴിഞ്ഞാൽ അടിച്ചുകൊണ്ട് ഒരു ടീമിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ മറ്റേ ടീമിന് കൊടുക്കുമ്പോൾ അൺഫെയർ ആണ്. അപ്പൊ നമ്മൾ മാക്സിമം ഫെയർ ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിൽ ഈ ലാസ്റ്റ് 16 റണ്ണ് വേണ്ട സമയത്ത് ധോണിക്ക് ഒരു ബോൾ, ധോണി അടിച്ച് ബോളിന്റെ ഗ്രൗണ്ടിന് വിളിക്കണം, 6 പോയി. അപ്പൊ ബോൾ മാറ്റിയപ്പോ അയാൾക്ക് കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടി. അടുത്ത ബോൾ ധോണി. അപ്പൊ ബോൾ മാറുന്നതിൽ അവര് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കളി മാറാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ ബോൾ കുറച്ചും കൂടെ ഡ്രൈ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ആ മറ്റേത് കുറച്ച് നനവൊക്കെ ഉള്ളപ്പോൾ സ്കിറ്റ് ചെയ്ത് ബാറ്റിലോട്ട് വരും. അടിക്കാൻ കുറച്ചും കൂടെ ഡ്രൈ ബോൾ ആണ് ബെറ്റർ. അതുകൊണ്ട് അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, കാര്യമുണ്ട്.
വേറൊരു സംശയം എനിക്കുള്ളത്, ഇപ്പം ഞാനൊരു ബാറ്റ്സ്മാനാണ്, ഞാൻ നിൽക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് ഔട്ടാവുന്നില്ല, ഒരു 90 റൺസൊക്കെ എടുത്തു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ട ഒരു മൊമെന്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടി വി ലൈവ് നടക്കുകയാണ് സാർ, ഭയങ്കര സീനാണ്, ലൈവ് നടക്കുകയാണ്, പരസ്യം. അപ്പൊ എന്ത് ചെയ്യും സാർ? നമ്മള് ബാറ്റ്സ്മാർക്ക് 1-2 പ്രാവശ്യം നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫീൽഡിംഗ് ടീമിനും പറഞ്ഞ് ടെസ്റ്റ് മാച്ചിലൊക്കെ നടക്കുന്ന സമയത്ത് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് വരാം. നമ്മൾ നോർമലി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ T20 ലൈവ് ടി വിയിൽ നിൽക്കുമ്പോൾ 2 മിനിറ്റ് അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് അപ്പോൾ TV എംപയർ ഉള്ള സമയത്ത് നമ്മൾ ഈ TV എംപയറിന് സാധനം കൊടുക്കും, ഈ മെസ്സേജ് കൊടുക്കും നമ്മൾ. അപ്പോൾ TV എംപയർ ഡയറക്ടറിന് മെസ്സേജ് കൊടുക്കും, ഇത് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ റീപ്ലേ കാണിക്കും, ഇതുവരെയുള്ള റീപ്ലേ നടന്നതും ക്യാച്ച് പിടിക്കുന്നതെല്ലാം അവരങ്ങനെ കവർ ചെയ്യും. ബാറ്റ്സ്മാന്റെ മിനിറ്റ് പറയാൻ പറ്റൂ. ലാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ബാറ്റ്സ്മാൻ 2 കൊല്ലം മുമ്പിൽ ഇതേപോലെ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നടക്കുന്ന കാര്യം. നിങ്ങൾ ചോദിക്കുന്ന ഇപ്പം കാണികൾക്ക് ഒരു പുതിയൊരു സംഭവമായിരിക്കാം, പക്ഷെ നമ്മൾ അമ്പയർമാര് എന്റെ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ഇൻസിഡന്റ് നടന്നത് നിങ്ങൾ കമന്ററി പറയുകയാണെങ്കിൽ എന്തൊരു കമന്ററി പറയും? അങ്ങനെ ഇൻസിഡന്റ് നടക്കുകയാണ്. റൺസ് പോയതുപോലെ തന്നെ പോകുന്ന പോക്ക് കണ്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ഓസ്ട്രേലിയ ആളാരെന്ന് കമന്റിൽ വേണമെങ്കിൽ ഗസ്റ്റ് ചെയ്യും കേട്ടോ. ആൾക്കാർ ആരാണ് നിങ്ങൾ കമന്റ് 2 വർഷം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇംഗ്ലണ്ടിന്റെ ബാറ്റ്സ്മാൻ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഇതിന്റെ ഇടയിൽ അത് ബൗളിങ്ങിന്റെ പേടി കൊണ്ടാണ് പോയത്, അല്ലാതെ അയാള് നമ്മള് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലത്തെ നമ്മളിപ്പോ ഡൽഹിയിലോ അല്ലെങ്കിൽ നോർത്തിൽ കളിക്കുന്ന സമയത്ത് നമ്മള് തണുപ്പാണ്, മനസ്സിലായി. അപ്പം ഈ മൾട്ടി ഡേ മാച്ചിൽ ഇപ്പം 2.5 മണിക്കൂറിന്റെ സെഷനൊക്കെ ആയിരിക്കും രാവിലത്തെ സെഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പ്ലേയേഴ്സിനല്ല, പ്ലേയേഴ്സിന് പോയിട്ട് വരാം. നമ്മൾ അമ്പയർമാർ ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, നമുക്കിത് കളി ഇങ്ങനെ നിർത്താൻ പറ്റില്ല. പ്ലെയറിന് നിർത്താം, നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ ശരിക്കും നമ്മൾ അമ്പയർമാർക്ക് ഒരുപാട് ഇതൊരു ചാലഞ്ചാണ്, പിടിച്ച് നിർത്തിയേ പറ്റും. അല്ല സാർ, പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു റീപ്ലേസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ 3rd അമ്പയറിനെ അല്ലെങ്കിൽ 4th അമ്പയറിനെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വിക്കറ്റ് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രേക്ക് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു വിക്കറ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് വീണ പാടില്ല, അടുത്ത ബാറ്റ്സ്മാൻ വരാൻ 1 മിനിറ്റ് ആവുമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ മരണപ്പാച്ചിൽ എടുത്തിട്ട് ഓടിയിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ഇതുണ്ട്. അല്ലെങ്കിൽ ഡ്രിങ്ക്സിന്റെ ഇടയ്ക്ക് പ്രശ്നം വരത്തില്ല. അപ്പൊ ഈ T20 ഇപ്പൊ ഈ ഇതിൽ വരുന്നതിൽ ടൈം ഔട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല. 2.5 മിനിറ്റ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് നമുക്കൊന്ന് ഇതാക്കിയിട്ട് വരാം. അതുകൊണ്ട് രക്ഷപ്പെടും. സാർ, ഇപ്പം അമ്പയറിംഗ് എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ ഒരു ജോലിയാണ്. ഇതുപോലെ ബാക്കി എന്തൊക്കെ ജോലികൾ ക്രിക്കറ്റിൽ നമുക്ക് കിട്ടും? കോച്ച് ആവാം, കമന്റേറ്റർ ആവാം, ഫിസിയോ ട്രെയിനർ, ഒരുപാട് മീൻസ് നമുക്ക് ഇപ്പം ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റിൽ കൂടെ ഒരു IPL തന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണക്കൂട്ടൽ ഒരു 25,000 പേര് അല്ലെങ്കിൽ 30,000 പേര് ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയിഡ് ആണ്. ക്രിക്കറ്റ് ഈ 10 ടീമിന്റെ ഇതിലായിട്ട് ഇപ്പം ഓർഗനൈസിങ് ആയിട്ട് മാനേജ്മെന്റ് മനസ്സിലായല്ലോ. ഈ IPL നമ്മൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഇതല്ല. ഓരോരോ ടീമിനും സപ്പോർട്ട് സ്റ്റാഫ്, ഇപ്പൊ ട്രെയിനേഴ്സ് ആണെങ്കിൽ ട്രെയിനേഴ്സ് 2 ട്രെയിനർ, 3 ട്രെയിനർ, 3 ഫിസിയോ, മാഷ്യൂർ. ഇപ്പൊ അവര് ഒരു അവരുടെ ഈ മസിൽ ഇതെല്ലാം ഇതാക്കി വിടാനായിട്ടുള്ള ഇതിന്റെ അത്യാവശ്യം ഭയങ്കര ഹെവി ആയിരിക്കും. ആ ജോലിക്ക് നമ്മൾ കിട്ടുന്ന എന്തോന്നാണോ അതിനെക്കാട്ടിൽ എന്തായാലും ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പം കമ്പയർ ചെയ്യുന്ന നമ്മുടെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അംബാനിക്ക് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പ്ലെയറിന് കിട്ടുന്ന പോലെ അമ്പയറിന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് കിട്ടൂല. പക്ഷെ ആ ജോലിക്ക് നമുക്കറിയാലോ, ഈ ജോലിക്ക് എന്താണെന്നുള്ളത് അറിയാം. അത് തീർച്ചയായിട്ടും സാറിന് ഒരു മാച്ചിലായിരിക്കോ പേയ്മെന്റ്, അതോ ഓരോരോ മാച്ചിനുള്ള പേയ്മെന്റ് അത് മാറുമോ? അത് സ്റ്റേബിൾ ആയിട്ട് ഒരു പേയ്മെന്റ് അല്ല, നമുക്ക് ടൂർണമെന്റിന്റെ മുമ്പിൽ തന്നെ അവർ പറയും എത്രയാണെന്നുള്ളത് പറയും. അത് മിക്കവാറും ഒരു അങ്ങനെ പെട്ടെന്ന് മാറാനുള്ള സാധ്യതയല്ല. ഒരു 3-4 ഇയേഴ്സിന് അത് തന്നെ ആയിരിക്കും പേയ്മെന്റ്. ഡിഫറൻസ് ഉണ്ട്. IPL ഇന്റർനാഷണൽ മാച്ചസിനും ഡിഫറൻസ് ഉണ്ടോ? IPL കൂടുതൽ പേയ്മെന്റ് കിട്ടും. കാരണം 5-0 ഒരു മാച്ചിൽ കിട്ടാൻ 0 സംസാരിക്കാൻ വേണമായിരിക്കും സാറിന് ഒരു മാച്ചിൽ അമ്പയർ ചെയ്യാൻ. അല്ല, എന്തായാലും 6 ഡിജിറ്റിന്റെ നമുക്കൊരു എമൗണ്ട് കിട്ടും ഒരു മാച്ചിന്. മച്ചാൻ, അതുപോലെ നമ്മുടെ ഒരു മലയാളി പയ്യൻ
RCB നെറ്റ് ബോളർ ആണ്, അറിയോ? ഗബ്രി അറിയാം. അങ്ങനെയും ജോലികൾ അതുകൊണ്ട് ത്രോ ഡൗൺ ചെയ്യുന്ന ആൾക്കാർ അതും ഒരാളല്ല, ഒരു 5 പേരെങ്കിലും ഉണ്ടാവും മറ്റേ കമ്പ് വെച്ചിട്ട് എറിയുന്നത്. അതൊരു ഭയങ്കര, ഇപ്പൊ ഇന്ത്യൻ ടീമിൽ ഒരു രഘു എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സംഭവമുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ ഗോവയ്ക്ക് പോകുന്ന ഇതില് മാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലത്തില് ഗോകർണ, അവിടെ ചെറിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ നിന്നുള്ളൊരു ചെക്കനാണ്. ഈ ക്രിക്കറ്റ് പ്രാന്ത് ഒരു ഹോസ്പിറ്റലൊക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിൽ ചെന്നിട്ട് അവൻ അവിടെ ചെന്ന് കളിക്കാനും ഇതെല്ലാം നോക്കിയിട്ട് ഇത് എറിയൽ തുടങ്ങി ഈ ഒരു ഇതിൽ. അപ്പൊ അവന് താമസിക്കാനുള്ള സ്ഥലവുമില്ല. അപ്പൊ രാഹുൽ ദ്രാവിഡിന് ഇവൻ എറിഞ്ഞു കൊടുത്തു തുടങ്ങി ഇങ്ങനെ. അപ്പൊ ഡെയിലി രാഹുൽ ദ്രാവിഡിനെ കാണുന്ന തന്നെ ഇവനൊരു സംഭവമായിരുന്നു. ഇവന്റെ കയ്യിൽ ഒറ്റ പൈസ, ഒരു ചില്ലി കാശില്ല. അപ്പൊ ഇവന്റെ അടുത്ത് അവര് വന്ന് പറഞ്ഞു, നീ ഇവിടെ ഒരു സ്ഥലം, ഗ്രൗണ്ടിന്റെ ഒരു മൂലയ്ക്ക് ഒരു സ്ഥലം കൊടുത്ത് ഇവിടെ കിടന്ന് വേണമെങ്കിൽ ഉറങ്ങിക്കും, കുളിക്കുന്നത് അവിടെ തന്നെ ഈ ടാപ്പിലും ഇതുല്ലായിട്ട്. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞിരുന്ന, നീ ഒറ്റ ആളുടെ അടുത്ത് പൈസ ഒന്നും ചോദിച്ചു പോരുത്, ചോദിച്ചാൽ നിന്നെ അപ്പൊ പറഞ്ഞ് കളിക്കളയും. അപ്പൊ അവനൊരു 2 ദിവസമൊക്കെ എറിഞ്ഞു കൊടുത്ത് ഇവന്റെ പൈസ ഒന്നുമില്ല. അപ്പൊ ആരെങ്കിലും കൊടുത്താലും വാങ്ങിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത്. അപ്പൊ ഇവനൊരു 3 ദിവസം കഴിഞ്ഞപ്പോ ദ്രാവിഡ് വന്നപ്പോ ഇവനെ കാണാനില്ല. നോക്കിയപ്പോ 3 ദിവസം വെള്ളം മാത്രം കുടിച്ച് ചുരുണ്ട് കിടക്കായിരുന്നു ഈ പയ്യൻ. ഒരു അവസ്ഥ, ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റുന്നു. അങ്ങനെ അവന് ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവിടെ തന്നെ, ഇവന് വേറെ ജോലിയൊന്നുമില്ല. എറിഞ്ഞിപ്പോൾ ഇന്ത്യൻ ടീമിൽ റോബോമിന്റെ മെയിൻ, കോഹ്ലി ബാറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ അവനാണ്. കോഹ്ലി ഇവനെ മാത്രം എന്ന് പറഞ്ഞാൽ ഇവൻ 160 വരെ എറിയും. പെൻസിൽ പോലെ ഉള്ള ഒരു പയ്യൻ, 5 അടി പൊക്കേ ഉള്ളൂ, 160 മുകളിൽ എറിയും. അവന്റെ എറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിക്കില് അവൻ അത് മാറ്റാൻ, ഔട്ട് സ്വിങ് വേണമെങ്കിൽ ഔട്ട് സ്വിങ്, ഇവിടെ എറിയണമെങ്കിൽ ഇവിടെ, ഇൻ സ്വിങ് ആണെങ്കിൽ ഇവിടെ. പല ബാറ്റ്സ്മാൻമാരും, ഇന്ത്യൻ ടീമിലുള്ള പല ബാറ്റ്സ്മാൻമാരും അവനെ അവർ നെറ്റ്സിൽ ഇവനെ കളിക്കൂല എന്ന് പറഞ്ഞാൽ എറിഞ്ഞവൻ കൊല്ലും. കാരണം അവന് അങ്ങനത്തെ ഒരു കോഹ്ലി ഇവനെ ബാറ്റ് ചെയ്ത് ഇവനെ പിടിക്കും 1 മണിക്കൂർ. ഇവന്റെ കോഹ്ലി ആ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റെ സമയം, ഒരാളുടെ ഞാൻ പറഞ്ഞില്ലേ ലക്കൊരു, ഇവന്റെ സമയം തെളിയുന്ന കോഹ്ലിയുടെ ക്യാപ്റ്റൻസി വരുന്നതിലാണ്. ഇപ്പം അവൻ കാണാത്ത ലോകമൊന്നുമില്ല. അവന്റെ ശമ്പളം വെച്ച് നമുക്ക് ഹാപ്പിയാണ്. ഞാൻ പറയണ ഒരു 35 വയസ്സ് വരും ഈ പയ്യന്. ഇപ്പൊ ഈ 35 വയസ്സിൽ പുള്ളി നെറ്റിന്റെ ഈ റോബോ ആമിന്റെ. പിന്നെ ഇയാളുടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു പണി എന്നുള്ളതല്ല, എന്ത് പണിയുണ്ടെങ്കിലും അയാൾ ചെയ്യും. പറഞ്ഞാൽ ഇപ്പൊ കിറ്റ് എടുത്ത് വെക്കണം, രാത്രി എടുത്ത് മറ്റേ എയർപോർട്ടിൽ എടുക്കണം, ഈ ലാഗേജ് എടുക്കണം, തിരിച്ച്. ഇവന് ഒരു മടിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത്, ഇയാൾ അവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് എവിടെങ്കിലൊക്കെ കിട്ടാൻ പോകണം എന്നുള്ള രീതിയിൽ. അപ്പം ദ്രാവിഡ് ആക്ച്വലി അയാൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ റിട്ടയർമെന്റ് സമയത്തും ഇയാളുടെ പേര് പറഞ്ഞിരുന്നു. എന്നിട്ട് 50,000 രൂപ കൊടുത്തു, ഒറ്റ പൈസ വാങ്ങിച്ചില്ല. അതാണ് ചേട്ടൻ പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ടാണ് തോന്നുന്നു. ടെണ്ടുൽക്കറിന്റെ സമയത്ത്, സച്ചിന്റെ സമയത്ത് ഒരു ഫുൾ ബോഡിയിൽ പെയിന്റ് അടിച്ച ഒരു മുട്ട, അത് ശരിക്കും സച്ചിൻ സ്പോൺസർ ചെയ്യുന്നത്, ഇപ്പോഴും സ്പോൺസർ ചെയ്തിരുന്ന. എല്ലാ കളിയും അദ്ദേഹത്തിന് സച്ചിന്റെ ടിക്കറ്റ് എടുത്തിട്ട് വിസ എല്ലാം കംപ്ലീറ്റ് പ്രോസസ് ചെയ്ത് സച്ചിന്റെ ടീം, സച്ചിന്റെ മാനേജർ ഇയാൾ പോണ എല്ലാ സ്ഥലത്തിലും സാലറി അങ്ങനെ ഒരു ബേസ് കാണുമായിരിക്കും. അയാൾ അവിടെ പോകുന്ന ആഹാരം, ഈ കളിയുടെ ഭാഗത്തുള്ള എന്തൊക്കെ ചെലവുണ്ടോ, ഹോട്ടലിൽ സ്റ്റേ എല്ലാം മറന്നുപോയി. ധോനിക്ക് ഇപ്പൊ അതുപോലെ ഞാൻ എവിടെ കണ്ടു ഉണ്ടെന്ന് തോന്നുന്നു. ധോണിയുടെ ഇപ്പൊ ഉണ്ട്. പിന്നെ ഒരു RCBയിൽ ഇപ്പൊ ഒരു മറ്റേ ഈ ഒരു എന്തൊരു പക്ഷി പോലത്തെ ഒരു വലിയ ഇങ്ങനൊക്കെ വരച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഒരു 2-3 പേരെ ടീമിന്റെ പറയുന്നത് ഇനി അടുത്ത IPL നമുക്ക് സാർ അമ്പയറായി നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ സാറും നോക്കട്ടെ, നമ്മളെ അടിപൊളി. സാർ, ഈ അമ്പയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആളാണ്. സാറിന്റെ ലൈഫിൽ നോക്കുമ്പോൾ സാർ എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്? സാറിന്റെ കുടുംബജീവിതം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭാര്യ വന്നൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ചെയ്തോ എന്ന് പറയുന്ന സാധനം തിങ്ക് ചെയ്തിട്ടാണ് ഓരോന്നിനും ഓരോരോ പോലെ ഉണ്ടാവും. പറഞ്ഞാൽ ചില സമയത്ത് അതങ്ങ് ഡിസിഷൻ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്ന ഒരു ഇതാണ്. പറഞ്ഞാൽ എല്ലാം കൂടെ വരുന്ന സമയത്ത് എൻ്റെ ഇതിൽ കൂടുതൽ എനിക്ക് ഞാൻ ബിലീവ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ലൈഫിലുള്ള ഡിസിഷൻസ് എല്ലാം വന്ന് കറക്റ്റായിട്ട് വന്ന് കൊണ്ടുവന്ന് എത്തിക്കും. മനസ്സിലായി. തുടക്കം മുതൽ എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. കൂടുതലായിട്ടും ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ട്. ഇപ്പം ഞാൻ അമ്പയറിംഗ് എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്രൗണ്ടിൽ നിൽക്കുന്നതാണ് താല്പര്യം.
ഇപ്പൊ കോച്ച് ചെയ്യുന്ന ആ സമയത്ത് കോച്ചിങ്ങിനായിരിക്കും എനിക്ക് പൈസ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് കളിക്കണമെന്നാണ് ആഗ്രഹം, ഫീൽഡിൽ നിൽക്കണം. ഈ ക്രൗഡിന്റെ ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതൊരു ഫീൽ ചെയ്യാനുള്ള അതൊരു ഫീൽ തന്നെയാണ്. സാറിന് ഏറ്റവും രോമാഞ്ചിഫിക്കേഷൻ തോന്നിയൊരു മൊമെന്റ്, അതായത് സ്റ്റേഡിയത്തിൽ അമ്പയറായിട്ട് നിൽക്കുമ്പോൾ ആരെ വിളി കേട്ടിട്ടാണ് പൊന്നെ? നമ്മൾ പല സമയത്തും നമ്മളിപ്പോൾ അമ്പയർ ചെയ്യുന്ന ഇപ്പം മാക്സിമം ന്യൂട്രൽ ആവും. പക്ഷെ നമ്മൾ ഏതൊരു ഫീൽഡിലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, നമ്മളിപ്പോൾ അമ്പയർ ഇറങ്ങുന്ന സമയത്ത് ആ ക്രൗഡിന്റെ ഒരു ചിയർ നമുക്കല്ല അവർ ചെയ്യുന്നത്, കളി തുടങ്ങാൻ പോകണം എന്നുള്ളൊരു ഇതാണ്. അതേപോലെ ഇപ്പം ലാസ്റ്റ് മാച്ചിലൊക്കെ ഇപ്പൊ കോഹ്ലി ഇറങ്ങുന്ന അല്ലെങ്കിൽ ധോണി ഇറങ്ങും, ധോണി ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആ 2 മിനിറ്റ് പറഞ്ഞാൽ അത് അകത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യേണ്ട, നമുക്ക് പൈസ കൊടുത്ത് അവിടെ പോയി നിൽക്കാം. നമുക്ക് ആ ഒരു വെറും ആ ശബ്ദം ഇതുകൊണ്ട് ഇപ്പൊ 44 വയസ്സായി, മൊബൈലിലെ ഫ്ലാഷ് ഒക്കെ ഓൺ ചെയ്തു പറഞ്ഞാൽ ആ ഒരു 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇങ്ങനെ രോമാഞ്ചം തന്നെയാണ്. പറഞ്ഞാൽ ആ ഒരു പറഞ്ഞാൽ വിളി വിസിലും ബഹളവും, അതും പ്രായമുള്ള പറഞ്ഞ 80 വയസ്സായ ആൾക്കാർ, 70 വയസ്സായ ആൾക്കാർ, അവരാ ഈ ധോണി അവസാനം ഇറങ്ങണ 19.2 ബോൾ ആവുമ്പോൾ 4 ബോൾ കഴിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഇത്രയും ആവേശം. പോവില്ല. ഞാൻ ധോണിക്കാണോ കോഹ്ലിക്കാണോ കൂടുതൽ സൗണ്ട് കേട്ടിട്ടുള്ളത്? സൗണ്ട് എന്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പം കോഹ്ലി എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, കളിച്ച് ക്യാപ്റ്റൻ അങ്ങനെ നിൽക്കുന്ന. ഈ കളി നിർത്തിയിട്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ ഇതെന്ന് പറയുന്നത് സംഭവം വേറെയാണ് എന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ. പേഴ്സണലി ഞാൻ കാണുമ്പോൾ നമുക്ക് അതും ഇപ്പൊ കോഹ്ലിയുടെ ബാറ്റിംഗ് കാണുകയാണെങ്കിൽ ഇപ്പോഴും സെഞ്ചുറി അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇപ്പൊ ധോണിയുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം. അതുകൊണ്ട് ധോണിക്ക് ഒരുപാട് 44 വയസ്സായി, റിഫ്ലക്സ് കുറഞ്ഞു, എല്ലാം അറിയാം. പക്ഷെ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു 4 ഒരു 6 അടിച്ചാലായി. പക്ഷെ ആ ഇറങ്ങുന്ന ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തിന്റെ IPL ഒരു മറ്റേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ പോൾ ഇങ്ങനെ വരും. അപ്പം ബുംറയുടെ യോർക്കർ കാണാനാണോ ഇഷ്ടം, പിന്നെ ധോണി ഇറങ്ങി വരുന്നത് കാണാനാണോ ഇഷ്ടം, പിന്നെ വേറെ ഏതോ 2 ഹെലികോപ്റ്റർ ഷോട്ട് കാണാനാണ് ആരുടെ, മറ്റേ സൂര്യകുമാർ യാദവിന്റെ. അതിൽ ഓൾമോസ്റ്റ് ഒരു 70% ആൾക്കാർ ധോണി ഇറങ്ങി നടന്നു വരുന്ന കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പറഞ്ഞാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇറങ്ങി വരുന്നതും അയാളുടെ ഒരു ഓറ ഉണ്ടല്ലോ, നമ്മൾ ഒരാൾ ഇറങ്ങി വരുന്ന അയാൾ ഒന്നും മിണ്ടൂല, ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വരും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബഹളവും ഇല്ല, അയാൾ വരുന്ന പോണതൊന്നും ഒരാൾ അറിയൂല. എന്നിട്ടും അയാൾ ഇറങ്ങി വരുന്നത് കാണാൻ ഇത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് ഫീൽഡിൽ ഇരുന്ന് നമുക്കത് നിൽക്കുമ്പോഴേ അറിയുള്ളൂ അതിന്റെ ഫീൽ എന്തോ ആണെന്നുള്ളത്. സാർ ഒരു കാര്യം, ഇപ്പോ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഔട്ട് ആകുമ്പോൾ കൂടിപ്പോയിക്കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 ആംഗിളിൽ നിന്നാണ് നമ്മൾ ക്യാമറ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് എത്ര ആംഗിളിൽ നിന്ന് കാണണമെന്ന് അറിയൂടാ. ആക്ച്വലി എവിടെയൊക്കെ ഇന്ന് ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്? 28 ക്യാമറ ഉണ്ട്. 28 ക്യാമറ ഉണ്ട്. IPL-ലൊക്കെ 28 ക്യാമറ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റി. മറ്റത് ഇപ്പം പണ്ടൊക്കെ അമ്പയർ ചെയ്യുമ്പോൾ അമ്പയർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അറിയാൻ പറ്റും. മനസ്സിലായി. തലയിൽ വരെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പം അതും ഫ്രെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം റേറ്റ് അത്രയും കൂടുതലാണ്. ഇപ്പം വരുമോ എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വരാൻ ബ്രൈറ്റ് ചാൻസ് ആണ്. പറഞ്ഞാൽ ഇപ്പം ഈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ അമ്പയറിന്റെ ഒരു മിസ്റ്റേക്കിൽ കളി പോയാൽ പോയി, നമ്മൾ അമ്പയറുടെ ജീവിതം തകർന്നു. അതുകൊണ്ടാണ് ഈ LBW വൈഡിന് ഇപ്പം നേരത്തെ വൈഡിനൊന്നും ചാലഞ്ച് ഇല്ല. ഇപ്പം വൈഡിന് ചാലഞ്ച് വന്നു, നോ ബോൾ ചാലഞ്ച് വന്നു. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ 2 റിവ്യൂ പോയി കഴിഞ്ഞാൽ തിരിച്ചും അമ്പയർ അടുത്തല്ലേ വരുന്നത്. അപ്പം എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാം. അങ്ങനെയാണെങ്കിൽ ISL റഫറിമാരെ എല്ലാരെയും പിടിച്ചു വിടേണ്ടി വരില്ലേ? എന്തുമാത്രം മിസ്റ്റേക്സ് ആണ് അവിടെയൊക്കെ വന്നു. പക്ഷെ അത് വന്നിട്ടില്ല. എന്തുമാത്രം മിസ്റ്റേക്കാ പറഞ്ഞത് ഒരു മാച്ച്. ഇവിടെ അതിന്റെ പേരിൽ നമ്മളിപ്പോ ഒരു റണ്ണിന്റെ പേരിൽ കളി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നോ ബോളോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ തകർന്നു. മീൻസ് പിന്നെ അമ്പയറിന് അവിടെ നിൽക്കാൻ പറ്റൂല. ടെസ്റ്റ് മാച്ച് തന്നെ ബോൾ ടാമ്പറിങ് ശരിക്കും അതെന്താണ് സാർ, ഈ ബബിൾ കം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതിന്റെ ശരിക്കും ഫിസിക്സ് ആണ് ഭയങ്കര ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയല്ലേ ബോൾ ടാമ്പറിങ്. പല പ്ലേയേഴ്സിനും ബാൻ വരെ കിട്ടിയിട്ടുണ്ടോന്ന് തോന്നുന്നു. അത് ശരിക്കും എന്താണ് അത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ബോളിന്റെ ഇതില് നമ്മള് സർഫസ് ഉണ്ടല്ലോ, സർഫസിൽ ഒരു സൈഡ് ഷൈനി ആയിട്ട് നമ്മൾ ഷൈൻ ചെയ്ത് വെച്ചിട്ട് മറ്റേ സൈഡ് റഫ് ആക്കി കഴിഞ്ഞാൽ, പണ്ട് ഒരു സമയത്തൊക്കെ ഈ പ്ലെയേഴ്സ് വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ നമ്മൾ അന്നൊക്കെ ഈ പെപ്സിയും കോളയൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്ന മറ്റേ ബോട്ടിൽ ഇങ്ങനെ തുറക്കുമല്ലോ, അടപ്പ് തുറന്ന് വരുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ ഈ അറ്റം കണ്ടിട്ട് ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കും. അപ്പൊ ഇവര് പോക്കറ്റ് ഇട്ടിട്ട് അതിങ്ങനെ ഇട്ട് പയ്യെ ഒരു സൈഡ് ഇട്ട് ഇങ്ങനെ
ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത്. അന്നത്തെ ഈ ബോൾ എന്തോന്നാണെന്ന് പോലും അറിഞ്ഞുകൂടാ. നമ്മൾ പറയണ 90-ല്. അപ്പൊ അന്നത്തെ സമയത്ത് പെട്ടെന്ന് ബോൾ ഇങ്ങനെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ബോൾ പെട്ടെന്ന് സ്വിങ് കൊടുക്കും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ കാറ്റ് ഒരു സൈഡിൽ അടിക്കുന്ന സമയത്ത് ഒരു സൈഡ് റഫാണ്, ഒരു സൈഡ് സ്മൂത്താണ്. അപ്പൊ കാറ്റ് അടിക്കുന്ന സമയത്ത് സ്മൂത്ത് സൈഡിൽ അങ്ങ് അടിച്ചു പോകും, മറ്റേ സൈഡ് റെസിസ്റ്റ് ചെയ്യും. അപ്പം സ്മൂത്ത് സൈഡിലോട്ട് ബോൾ അങ്ങോട്ട് റിവേഴ്സ് ചെയ്യും. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ നോർമൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷൈന് എവിടെയാണോ ഉള്ളത്, ഇപ്പുറത്താണ് ഷൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് തിരിഞ്ഞു വരും. അപ്പം ഈ ഔട്ട് സ്വിങ് കളിക്കാൻ പോകുമ്പോൾ ബോൾ ഇൻസ്വിങ്ങും കൂടെ ആവും, ഒരുപാട് സ്വിങ്ങും കൂടെ ആവും, പാടായിരിക്കും. അപ്പം അതിലാണ് ഈ റിവേഴ്സിങ്. അപ്പൊ അതിലിപ്പോ ഒരുപാട് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തുപ്പല് തേക്കുന്ന സമയത്ത് ഇവര് തുപ്പല് തേക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. തുപ്പല് തേക്കുമ്പോ ഈ ആൽപ്പിൻ ലീബി ചോക്ലേറ്റ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സംഭവം തേക്കുന്ന സമയത്ത് അതിലൊരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അത് ഈ സെയിം പരിപാടി ചെയ്ത് കഴിഞ്ഞ് അതിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ കാറ്റിന്റെ ഈ ഒട്ടുന്ന സാധനമല്ലേ, അപ്പൊ അതിൽ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനത്തെ സംഭവം നമ്മൾ റബ്ബർ ബോളിൽ കളിക്കുന്ന ഇത് പക്ഷെ എന്താ നാച്ചുറലി അങ്ങനെ വന്ന കുഴപ്പമില്ല. ശരിക്കും കഴിഞ്ഞ ടെസ്റ്റ് മാച്ചസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ഒരു സൈഡ് ഷൈനി ആയി ചേഞ്ച് ചെയ്ത് വന്ന് നാച്ചുറൽ ആയിട്ടുള്ള വരും. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മളൊരു ഡ്രിങ്ക്സ് ഇന്റർവെൽ വരെ ബോൾ നേരെ പൊക്കോണ്ടിരിക്കുക. ഓക്കെ, ഈ ഡ്രിങ്ക്സിലാണ് ഇത് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബോൾ തന്നെ സ്വിങ്, അത് കഴിഞ്ഞ് വരുന്ന അതുവരെ ഈ സ്വിങ് ചെയ്യാത്ത ഒരു ബാസും പെട്ടെന്ന് വരുമ്പോ ഔട്ടാവും. അപ്പൊ അതിനിടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ഇത് പയ്യെ സ്വിങ് ചെയ്യണം. ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ചെയ്ത് സ്വിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല. അത് ബാറ്റ്സ്മാന് അറിയാം ഇപ്പൊ സ്വിങ് ചെയ്യാൻ പോകണം എന്ന് അറിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് സ്വിങ് ഒന്നും ചെയ്യൂല എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോ സ്വിങ് ചെയ്യുമ്പോൾ അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തുപ്പൽ പോലും അങ്ങനെ ചെയ്തോളാം. ഇപ്പൊ തുപ്പലിടാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യത്തിന്റെ IPL തുപ്പലിടാന്നുള്ള രീതിയിൽ വന്നു. കോവിഡിലാണ് മെയിൻ ആയിട്ട് തുടങ്ങിയത്. അപ്പൊ കോവിഡിൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇത് ഈ അസുഖം സ്പ്രെഡ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ ICCക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ഗുണമുണ്ട്. ഒന്ന്, ഈ ബോൾ ടാമ്പറിങ് ഈ എന്തെങ്കിലും ഈ തുപ്പലിന്റെ ഇടയിൽ കൂടെ ഇവരെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വാ തുറന്ന് നോക്കാൻ പറ്റില്ല. ആരുടെ കയ്യിലാണ് പോകുന്നത്? ഈ ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുക. അപ്പം ചൂയിങ്കമാണോ എന്തോന്നാണ് വായിൽ കിടക്കണമെന്ന് അറിയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ICC പറഞ്ഞു വേണ്ട, എന്തിന് എന്നുള്ള രീതിയിൽ അവർ മാറ്റി. സാർ അതുപോലെ ഈ സ്റ്റംസിന്റെ പുറകിൽ നിൽക്കുമ്പം സാറിന് പേടിയൊന്നും ആവൂലേ? അതായത് ഈ ബോൾ ഇങ്ങനെ അടിച്ച് ചിലപ്പോൾ അല്ല നല്ല ഇതുകൊണ്ടാ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള, ഞാൻ പറഞ്ഞില്ലേ വെള്ള ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം ബോളർമാര് വരെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഒരു ബോളർ നമ്മുടെ ഹിമാചൽ പ്രദേശില് എന്ത് ധവാൻ എന്നറിയാം, ഋഷി ധവാൻ വന്നിട്ട് ഡൊമസ്റ്റിക്കിൽ അയാൾ ഇന്ത്യക്ക് കളിച്ചിട്ടുണ്ട്. അയാൾ ഒരു ഇവിടെ ചെറിയ വൈസർ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് ബോൾ ചെയ്യുന്നത്. ബോൾ ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞ് മാറാൻ നിൽക്കാനോ കുനിയാനോ ഒന്നും സമയമില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പം നമുക്ക് ബോളർ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞിട്ട് അടിയുടെ സ്പീഡിൽ കൈ മാറ്റും. കൈയിൽ കൊണ്ടു കഴിഞ്ഞാൽ പോക്കാണെന്നുള്ളത്. ചില അടിയൊക്കെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ 6 വരെ പോകും, അങ്ങനത്തെ സ്പീഡിൽ. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ സാറേ, ഞാൻ ഇത് കേട്ട മിത്താണ്, ശരിയാണെന്ന് അറിയില്ല, സാറിന് അറിയാം. അതായത് ഈ ധോണിയൊക്കെ ലൈക്ക് പലപ്പോഴും ഇവിടെയൊക്കെ തട്ടി ഒരുപാട് സർജറി അല്ലെങ്കിൽ ഇത് ഒരുപാട് തവണ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ എനിക്ക് പൊട്ടിയിട്ടുണ്ട്, ടെന്നീസ് ബോൾ വന്ന് അടിച്ചു പൊട്ടു. അപ്പോഴെന്റെ അടുത്ത് അവിടെ പോയി വരാം, ഇതൊക്കെ ക്രിക്കറ്റേഴ്സിന് സ്ഥിരമാണ്, അവരൊക്കെ ഒരുപാട് തവണ സർജറി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ പൊട്ടൽ വന്നിട്ടുണ്ടായിരിക്കും, ഈ ബോൾ വന്നിരിക്കും. കൊള്ളുന്ന എല്ലാവർക്കും ഇപ്പൊ എന്റെ ഇതില് ഞാൻ ഇപ്പൊ നമ്മുടെ വീട്ടില് ചെറിയ സ്ഥലം കുറവാണ്. അപ്പൊ അതില് നമ്മൾ 4ഉം 6ഉം വെച്ചിട്ടാണ്, വളരെ ഡിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് ഒരു 10 മീറ്ററിന്റെ അത്ര എത്ര വെച്ച് കളിക്കുമ്പോൾ നേരെ കൊണ്ടുകഴിഞ്ഞാൽ അപ്പൊ ആദ്യം നമ്മൾ അടിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. കോർക്ക് ബോൾ തട്ടിയിട്ട് 4 പോകണം. അപ്പൊ 4 അടിച്ചടിച്ച റണ്ണ് വരുന്ന ഒരു 30 ബോൾ കളിക്കും. കളിച്ചു കഴിഞ്ഞാൽ ആര് കൂടുതൽ റൺ അടിച്ചോ അയാൾ അടുത്ത് ഫസ്റ്റ് ബാറ്റ്. അപ്പൊ അതിലെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു 25 ബോളൊക്കെ ആയി കഴിയുമ്പോൾ പയ്യെ അടി തുടങ്ങും, സ്പീഡ് കൂടും. അപ്പൊ അതിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ എറിയുന്ന സമയത്ത് എനിക്കിട്ട് തിരിച്ചു ഫുൾ സ്പീഡിൽ ഒരു അടി അടിച്ചു. ഞാനിങ്ങനെ അതിന് തടുത്തിട്ട് പറഞ്ഞാൽ 4 പോയാൽ 4 റൺ എന്തോ വേണം അയാൾ തിരിച്ചു ബാറ്റ്. ഞാനിങ്ങനെ തടുത്തിട്ടിട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു വിരൽ കയ്യിലില്ല. ഞാൻ ആദ്യം നോക്കിയത് തറയിൽ നോക്കി വിരൽ പോയോ എന്നുള്ളത്. അതുകൊണ്ട് ഈ വിരലില്ല, 4 വിരലേ ഉള്ളൂ കയ്യില്. അപ്പൊ നോക്കിയപ്പോ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ കൊണ്ടിട്ട് ഇതിവിടെ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അത് മരവിച്ചു പോയി. ഇതെല്ലാം കൂടെ അകത്ത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉരുണ്ട്. ഞാൻ ആദ്യം തപ്പി നോക്കിയത് ഞാൻ ഇങ്ങനെ കൈ നോക്കിയപ്പോ 4 ഉള്ളൂ. ഞാൻ ഞെട്ടി, എന്റെ പൊന്നെ ഇത് ഇവിടെ തറയിലുണ്ട്, വേദനയില്ല. ടെന്നീസ് ബോൾ അല്ല, കോർക്ക് ബോൾ.
പക്ക വൈറ്റ് കോർബോൾ പണ്ടത്തെ ഒരു കോർബോൾ ഈ ഹോക്കി കളിക്കുന്ന ബോളർ. ഓക്കെ. അപ്പൊ അതിൽ നോക്കിയിട്ട് ഞാൻ നോക്കും. പിന്നെ ഭാഗ്യത്തിന് ഇത് ഇത്രയും ഒരു നഖം മാത്രം ഇവിടെ ഇങ്ങനെ ഈ അറ്റത്ത് കാണും. ഞാൻ ഒറ്റ ഒരു വലിയ വലിച്ചിട്ട് കൊടുത്തു. വിരൽ വെളി വന്നു. വിരൽ വന്നു കഴിഞ്ഞപ്പം കുറച്ചു നേരത്തിനൊന്നുമില്ല. എനിക്ക് സംഭവം പെശ കാണുന്നു. ഞാൻ വീട്ടിൽ ഓടി. കുറച്ചു നേരത്തിന് വേദന ഒന്നുമില്ല. അല്ല എന്തോ എക്സ്പ്രഷൻ എനിക്കും കിട്ടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടും തലപൊട്ടിയ സ്റ്റോറി ആയിരുന്നു നല്ലത്. വീട്ടിൽ പോയി പിന്നെ വീട്ടിൽ പോയി ഐസൊക്കെ വെച്ച് ഒരു ഇത് ഇനി നിൽക്കോ എഴുതോ ഒന്നും അറിയുന്നില്ല. അല്ല അത് നീരടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ നീരടിച്ചു ഇവിടെ എല്ലാം ആയി. ഡോക്ടറെ അടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കാണിക്കാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ആര് തിരിച്ച് വലിച്ചെടുത്ത് ഇട്ടെന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റ് തിരിച്ച് വലിച്ചിട്ടെന്നാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആ പേടിയിലെടുത്ത് വലിച്ചത് കറക്റ്റ് ആയിട്ട് ചെന്ന് അത് അവിടെ തന്നെ ഇരുന്ന് അയാൾ പറഞ്ഞു ഒരാഴ്ച റെസ്റ്റ് ചെയ്താൽ മാത്രം മതി, കുഴപ്പമില്ല. കടയിലൊക്കെ കട പൂട്ടി ഷട്ടർ ഇടുമ്പോൾ സാർ IPL ടീമിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10ഓളം ടീമുണ്ട് അല്ലേ? 10 ടീമാണുള്ളത് അല്ലേ? പണ്ട് നമ്മുടെ കൊച്ചി ടസ്കേഴ്സ് വന്നതുപോലെ കേരള ടീം വരുമോ എപ്പോഴെങ്കിലും IPL ഇനി കേരളത്തിന് വേണ്ടിയിട്ട്? അവര് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ടീം കൂട്ടാനുള്ള വാങ്ങിക്കാനുള്ള ആൾക്കാർ പറഞ്ഞാൽ IPL-ന്റെ ഇപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഏറ്റവും സ്പോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് ഇത് പൈസ ഉണ്ടാക്കുന്ന ഫുട്ബോൾ യൂറോപ്യൻ ഫുട്ബോൾ കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IPL ആയിരിക്കും. അല്ലെങ്കിൽ 3 സ്പോർട്ടിൽ തീർച്ചയായിട്ടും ടോപ്പ് 3 IPL ഉണ്ടാവും. US ബാസ്കറ്റ്ബോൾ ആണ് ബേസ്ബോൾ ആണ്. ബേസ്ബോൾ മൂന്നെണ്ണത്തിൽ ആദ്യത്തെ ടോപ്പ് 3 നമ്മുടെ ഈ IPL വരും. രണ്ടാമത്തെ ടീമിനൊക്കെ വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ICC തന്നിരിക്കുന്ന വിൻഡോ 2 മാസമേ ഉള്ളൂ ഈ IPL നടത്താൻ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 2 ടീമും കൂടെ വന്നു കഴിഞ്ഞാൽ മാച്ച് കൂടണം. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ ഓഫ് ഡേ അവിടെയാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് വരാത്തത്. അല്ലെങ്കിൽ തീർച്ചയായും വാങ്ങിക്കാൻ ആളുണ്ട്. 16 ടീം വാങ്ങിക്കാൻ ഇപ്പൊ ഇനി 10 അല്ല 16 ടീം ആണെങ്കിലും അത് വാങ്ങിക്കാനുള്ള എത്രയാണെങ്കിലും അതിന്റെ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ആളുണ്ട്. എപ്പോഴെങ്കിലും വരുമോ? സാധ്യത ഉണ്ടോ? സാധ്യത പറഞ്ഞാൽ ഈ വിൻഡോ കിട്ടൂലല്ലോ. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPL പിന്നെ 6 മാസം ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ IPL 6 മാസം വെച്ച് നടത്തി. പണ്ടത്തെ നമ്മുടെ ടീം നല്ല വെടികെട്ട് ടീമായിരുന്നു. ബ്രണ്ടൻ മക്കെല്ലാം, രവീന്ദ്ര ജഡേജ, ശ്രീശാന്ത് ടീമായിരുന്നു. പക്ഷെ കത്തിയില്ല. അതെ സാറ് ഔട്ട് ഡിസിഷൻ കൊടുത്തതില് സാറിന് ജീവിതത്തിൽ ഭയങ്കര വിഷമം തോന്നിയ ഒരു മൊമെന്റ്, കിടന്നുറങ്ങാൻ പറ്റിയില്ല ആ ഒരു ഔട്ട് കൊടുത്തതിൽ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റോറി? അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റുമെന്നുള്ളത് നമുക്ക് തെറ്റ് പറ്റുമ്പോഴാണല്ലോ വിഷം വരും. അപ്പോൾ ആദ്യത്തെ തെറ്റ് ഇപ്പം പണ്ടത്തെ ഒരു നമ്മുടെ മലയാള സിനിമയിൽ പറയില്ല, ഒരു മറ്റേ കൈ നോക്കാൻ പോകുമ്പം കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടായിരിക്കും, അത് കഴിഞ്ഞാൽ ശീലമാവും എന്നുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്പയർ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ക്രെഡിറ്റ് ഒന്നുമില്ല. നമ്മൾ കറക്റ്റ് ഡിസിഷൻ കൊടുത്തു കഴിഞ്ഞാലോ ഒന്നുമില്ല. നമ്മളെപ്പം നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാം തെറ്റ് ചെയ്തു അതിന് വിളിക്കുകയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അതുകൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യൂല, സോഷ്യൽ മീഡിയ അറ്റൻഡ് ചെയ്യൂല. ആ ടൈമിൽ 2 മാസത്തേക്ക് നമ്മളങ്ങ് മാറ്റി വയ്ക്കും. പുതിയൊരു നമ്പർ എന്ത് ചെയ്താലും ഞാൻ എടുക്കില്ല. എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇത് വിളിക്കുന്നത് ഒരു സ്നേഹത്തിലും ആരും വിളിക്കാൻ പോകുന്നില്ല. ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് നല്ല ഡിസിഷൻ ആണെന്ന് പറഞ്ഞാൽ ആരും വിളിക്കാൻ പോകുന്നില്ല. തെറ്റ് പറ്റിയാൽ മാത്രമേ നമുക്കറിയാം. എനിക്ക് ഇപ്പം 28 ക്യാമറ പോയിട്ട് ഒരു ക്യാമറ ആയിട്ട് പോലും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മീൻസ് എൻ്റെ കണ്ണിൻ്റെ നമുക്ക് അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു സിംഗിൾ ഡയമെൻഷനിൽ നമ്മളത് ശരിക്കും പറഞ്ഞാൽ വിഡ്ഢിത്തനമാണ്. നമ്മൾ അത്രയ്ക്കും കമ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തെറ്റില്ലാണ്ട് നമ്മൾ ദൈവം തന്നെ ആവണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവം ആവണം. അല്ല, നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. കളിക്കുന്ന സമയത്ത് ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നടക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ മൈൻഡിൽ നിന്ന് ആദ്യം ആ ഒരു സാധനം അതാണ് ഏറ്റവും ടഫസ്റ്റ്. അമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇപ്പം എനിക്ക് ചിരിച്ചുകൊണ്ട് ആദ്യത്തെ തെറ്റ് പറയാൻ പറ്റുന്നത് തന്നെ അതുകൊണ്ടാണ്. ഞാനത് നോക്കുന്ന എൻ്റെ ഒരു കഴിവാണത്. പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റും. ഇത്രയും ക്യാമറയുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്കത് പറയാനുള്ള ധൈര്യമുണ്ട്. ആ ധൈര്യമാണ് അമ്പയർക്ക് വേണ്ടത്. സാർ അപ്പം ഞാനൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഔട്ടായി, സാർ ഔട്ട് തന്നു, ഡിസിഷൻ കറക്റ്റാണ് സാറിൻ്റെ, പക്ഷേ എനിക്ക് ദേഷ്യം വന്നു, സാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു, അപ്പോഴാണ് ഫൈൻ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അല്ല, നമ്മളിപ്പോൾ എൻ്റെ ഇതിൽ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പം എനിക്ക് ഞാൻ കളിച്ചിട്ടുള്ളവരാണ്. ആ ഇമ്മീഡിയറ്റ് സമയത്തിലുള്ള റിയാക്ഷൻ ഞാനത് ഒന്നും കണക്കാക്കൂല. വേണമെങ്കിൽ ഫൈൻ കൊടുക്കാം.
എന്ത് റിയാക്ഷൻ എന്തെങ്കിലും വാക്ക് എന്തെങ്കിലും വരികയാണെന്നുണ്ടോ ഓരോരാളുടെ അതെങ്ങനെ സാർ മാച്ച് റെഫറി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താണോ അതോ സാറിന് അല്ല നമ്മൾ പറയുന്നത് കേൾക്കാം. ഇപ്പൊ എൻ്റെ അടുത്ത് പറയണമല്ലോ, സംഭവം എൻ്റെ അടുത്ത് പറയണം. നമ്മൾ പറയുന്ന സമയത്ത് സ്റ്റമ്പിന്റെ മൈക്കുണ്ട്, എല്ലാം അവരെടുത്ത് പറഞ്ഞു, എല്ലാം ഉണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞാലും മതി. ഇപ്പൊ നോൺ സ്ട്രൈക്ക് കേൾക്കുന്നുണ്ട്. നമ്മളിപ്പം ജഡ്ജ് തന്നെയാണല്ലോ. ഒരു ജഡ്ജിനെ ചീത്ത വിളിച്ചിട്ട് ജഡ്ജിന്റെ അടുത്ത് സാധനം പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചീത്ത വിളിച്ചത് ജഡ്ജിനെയാണ്. അത് കഴിഞ്ഞ് കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ജഡ്ജിനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിയാൻ പറ്റത്തില്ല. പ്രൂഫുണ്ട്. അപ്പൊ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുമ്പോഴാ അതും തന്നെ അതിൽ നമ്മൾ ഒരു എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രൊലോങ് ചെയ്യുന്ന നമുക്ക് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരും ഒരു എന്റർടൈൻമെന്റ് ആണ്. കാരണം നമ്മൾ അതിൽ ചാടിക്കറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ സൈഡാണ്. അതേപോലെ അവരുടെ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ കളി ജയിക്കാൻ വേണ്ടി പൊരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് 2 സിക്സ് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു വിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണമെന്ന് പറയുന്നത് 2 സിക്സ് അടിച്ചതിൻ്റെ കലി എല്ലാം കൂടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വിക്കറ്റ് എടുത്തതിന് ഒരു ചെറിയൊരു സാധനം അത് ഓക്കെയാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ വേറെ എന്തെങ്കിലും ഒരു രീതിയിലോ പറയുന്നത് ഹേർട്ട് ചെയ്യുന്ന അയാളുടെ റേസിലോ റേസിസ്റ്റ് കമന്റോ ഇപ്പൊ മറ്റേ ഇങ്ങനെ എഴുതുന്ന അയാളിപ്പോ അടുത്ത് നിന്നിട്ട് ഇപ്പൊ അയാൾ ഔട്ടായി അയാൾ ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പാടിലങ്ങ് പോവാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ അടുത്ത് നിന്നിട്ട് അയാളുടെ മുഖത്ത് ഇറങ്ങിങ്ങനെ പറയുമ്പോൾ അയാൾ എന്തെങ്കിലും പറയാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് നമ്മള് കൂടി അല്ലല്ല 30 ലക്ഷത്തിന്റെ കൊടുത്തു കഴിഞ്ഞാൽ 30 ലക്ഷത്തിന്റെ മുകളിൽ ഫൈൻ പോവില്ല. നമ്മൾ ഫൈന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു 20%, 25% ഒരു ഇപ്പൊ 30 ലക്ഷം 14 മാച്ചിന്റെ അയാളുടെ ശമ്പളമാണ് 30 ലക്ഷം. അപ്പൊ അത് ഓരോരോ മാച്ച് ആവുമ്പം എത്രയാണ്, ഒരു 3 ലക്ഷം 4 ലക്ഷം ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മളത് ബ്രേക്ക് ചെയ്ത് അതിന്റെ ഒരു 20-25% അയാളുടെ കയ്യിൽ നിന്ന് പോകണം. എന്നാൽ അയാളുടെ പൈസ ബാക്കിയുള്ള 75% അയാളുടെ കയ്യിൽ കിട്ടും. നമ്മൾ അങ്ങനെ ഈ മൊത്തം 30ന്റെ മുകളിലൊന്നും അടിച്ച് കൈ കൊടുക്കും. ഓക്കെ സാറേ, ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ MBD ഫൈൻ അടിക്കണമെങ്കിൽ അവർക്ക് ഇത്തിരി ഒരു കമ്മീഷൻ പോകും. സാർ ഫൈൻ അടിക്കുമ്പോൾ സാറിന് കമ്മീഷൻ എന്നാൽ പിന്നെ മൊത്തം ഫൈൻ ആയിരിക്കും. അല്ല, എത്ര കമ്മീഷൻ അനന്തപത്മൻ അവന് കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്പയർമാരും അപ്പം ഫൈൻ ഇട്ട് കൊടുക്കുക തന്നെ. പിന്നെ ഇപ്പൊ സാറ് ഒരു റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് സോഷ്യൽ മീഡിയ നോക്കൂല, ഫോൺ എടുത്ത് നോക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന ആരൊക്കെയെന്ന് അറിയോ, പ്രാഞ്ചൽ ബാനർജിയും ക്രിസ്റ്റൽ ജോണിന്റെ ISL 2 റഫറിമാര് കേരളം കളിക്കുന്ന സമയത്ത് ഒരു ഗോളെങ്ങനെ ഡിസലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീർന്നല്ല. ശരിയാണ്, അമ്പയർമാരെ തെറി പറഞ്ഞുകൊണ്ട് അവര് ഭയങ്കര ചാറ്റി ISL അതുപോലെ തന്നെ സാർ ഈ സാറിന് ഒരുപാട് മൊമെന്റോസ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് ജീവിതത്തിൽ, ഇഷ്ടംപോലെ മൊമെന്റോസ്. ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വേൾഡ് കപ്പ് ആയാലും 2020 ആയാലും ഏതെങ്കിലും ഒരു മാച്ച് അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു മൊമെന്റ് തരും. അതെന്താണ്, വാച്ചാണ്? നമുക്ക് ഇപ്രാവശ്യം തന്നത് വാച്ചാണ്. IPL തരുന്നത്, ഞാനിപ്പം 4 ഫൈനലിൽ അമ്പയർ ആയിട്ടുണ്ട്. അതിൽ വാച്ച് തന്നെയാണ് തന്നിട്ടുള്ളത്. അത് എത്ര രൂപയുടെ വാച്ച്? ഏത് വാച്ച്? നമ്മൾ അത് എനിക്കിപ്പോൾ അതിൻ്റെ പേര് അതെങ്ങനെയാണ് സ്പെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് VLGARI എന്തോ ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതിന് എത്ര വിലയാണെന്നുള്ളത് എനിക്ക് അങ്ങനെ എന്തോ ആണ് പേര്. ക്രോണോഗ്രാഫി നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പൊ അതെങ്ങനെയാണ് എനിക്ക് പറയണമെന്ന് വരെ എനിക്ക് അറിഞ്ഞൂടാ. 2 ദിവസം മുമ്പിൽ കിട്ടിയതേ ഉള്ളൂ. സോ അതെ, അതൊന്നും കിട്ടി നടക്കാറില്ല സാറേ. അതെങ്ങനെ വെച്ചേക്കും? അങ്ങനെ അല്ല, ഞാനത് വൈഫിന് കൊടുത്തു. വൈഫ് ഹാപ്പിയാണ് അല്ലേ? നിങ്ങൾ ഇതുപോലെ ഒരുപാട് വാച്ചുകളൊക്കെ നിങ്ങളുടെ വൈഫിന് കൊടുക്കും. അതുപോലെ ഈ കളിയുടെ ഇടയിൽ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള ബോൾസ് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഞാൻ ആദ്യം ഇന്റർനാഷണൽ മാച്ച് ചെയ്തതിന്റെ ബോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇന്റർനാഷണൽ മാച്ച് അഹമ്മദാബാദിൽ തന്നെയായിരുന്നു. ബോർഡർ അല്ല, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും അങ്ങനെ കളിക്കുന്നല്ലേ? നമ്മൾ ഇന്ത്യ ഇംഗ്ലണ്ട് ആയിട്ടുള്ള T20 മത്സരത്തിലാണ് ഞാൻ ആദ്യം ഇന്റർനാഷണൽ ഇറങ്ങുന്നത്, അമ്പയർ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ബോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കളിക്കുന്ന സമയത്തുള്ള ഞാൻ ഡബിൾ സെഞ്ചുറി ഒരു മാച്ചിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതിന്റെ ബാറ്റാണ് സാർ? SS-ന്റെ ബാറ്റാണ്. അതെ, അത് ജസ്റ്റ് ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഞാൻ ബോളറായിട്ട് പിന്നെ ഡബിൾ സെഞ്ചുറി അടിച്ചുകൊണ്ട് അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പിങ്ക് ബോൾ ടെസ്റ്റ് കളിച്ചതിന്റെ ഒരു ബോള് ഇന്ത്യ പുറത്തല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടായിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ബോൾ വെച്ചിട്ടുണ്ട്.
അവസാനത്തെ മാച്ചിന്റെ ഒരു ബോൾ ഇപ്പോൾ കയ്യിലിരിപ്പുണ്ടോ, വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടോ എന്നുള്ള അറിയില്ല. പണ്ട് ഓർമ്മയുണ്ടോ ചേട്ടാ, ബാറ്റിന്റെ ബാക്കിൽ നമ്മൾ കൊച്ചില് ബാറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ 3 വര ഉണ്ടെങ്കിൽ ഒറിജിനൽ. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ ഇവനെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ 3 വര ഉള്ളത് തപ്പി എല്ലായിടത്തും പോയി നമ്മള് ബാറ്റിന്റെ ഗ്രിപ്പ് ഇങ്ങനെ ഊരിട്ടാ 3 വര ഉണ്ട്. അങ്ങനെ പണ്ട് അങ്ങനെ ശരിക്കും ബാറ്റിന്റെ ഒറിജിനൽ ബാറ്റിന്റെ ബാക്കിൽ 3 വര പോലെ അങ്ങനെയല്ല, ഇപ്പം എല്ലാം മാറി കംപ്ലീറ്റും. ഇതിന്റെ വരുന്ന ഇപ്പൊ ബാറ്റിന് 1,00,000 രൂപയൊക്കെയാണ് ബാറ്റിന്റെ വിലയൊക്കെ. ഇന്റർനാഷണൽ ലെവലിലുള്ള ബാറ്റിന്റെ ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ഇതിന്റെ 1,00,000 രൂപയുടെ ഒക്കെയാണ് ബാറ്റിന്റെ വില. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തട്ടുന്നതൊക്കെ ബോൾ പോകുന്ന പറഞ്ഞാൽ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതിന്റെ പറഞ്ഞാൽ ടൈമിങ്ങും ബോൾ വരുന്ന ഇതിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ബാറ്റ് 30 യാർഡ് കിടക്കണമെങ്കിൽ തന്നെ നമ്മൾ വലിച്ചും അടിക്കും. അങ്ങനെ ടൈമിങ് മതി, ടൈം ചെയ്ത് കറക്റ്റ് കൊണ്ടുപോയി. പണ്ട് ഓർമ്മ ഉണ്ടോ, മാത്യു ഹെഡൻ ഒരു മംഗൂസ് ബാറ്റ് അതെ, അങ്ങനത്തെ ബാറ്റുകളൊക്കെ ഇപ്പൊ എനിക്ക് കളിക്കാം, അത് കളിക്കാം, കൊണ്ടുവരാം അല്ലേ. പിന്നെ അതിനൊന്നും റൂൾസ് അതിനെതിരെ ഒന്നും നമുക്ക് ഏറ്റവും വീതി ഒരു ഇത്രയും വീതിയുടെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല, അത് കുറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വുഡിലായിരിക്കണം എന്നേ ഉള്ളൂ. സാറിന് ഇപ്പോൾ ഒരു ടൈം ട്രാവലർ ഒരു സംഭവം വരികയാണ്. സാറിൻ്റെ ജീവിതത്തിൻ്റെ പിറകിലോട്ട് പോവാണ്. സാറ് അമ്പയർ ആവാനാണോ അതോ ക്രിക്കറ്റ് പ്ലെയർ ആവാനാണോ ഇപ്പോഴത്തെ ബെസ്റ്റ് ഡിസിഷൻ? എനി ടൈം കളിക്കാനാണ് താല്പര്യം. പറഞ്ഞാൽ ഇനിയിപ്പോൾ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് അമ്പയർ ചെയ്യുന്നതാണ്. നമുക്കറിയാമല്ലോ ഇപ്പം കളിക്കുന്ന ഒരു ഫീല്. ഇപ്പം അത് ഇൻ്റർനാഷണൽ മാച്ച് ആവണമെന്നില്ല. നമ്മളിപ്പോൾ ടെന്നീസ് ബോൾ ആണെങ്കിലും നമ്മളൊരു റൺ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് വിക്കറ്റ് കിട്ടുമ്പോഴോ ഒരു ക്യാച്ച് പിടിക്കുമ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടുന്ന ഒരു പ്ലഷർ അത് വേറെ തന്നെയാണ്. നമുക്കത് അമ്പയറായിട്ട് നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇതിൽ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ധോണി ഇറങ്ങുന്ന സമയത്ത് നമ്മളവിടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞാൽ ഇത് നമുക്ക് കളിക്കാനുള്ള അവസരത്തിൽ നമുക്ക് കിട്ടിയില്ല. ഇപ്പം ഒരു ചാൻസ് തരാം. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ ധോണി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ധോണിക്ക് ഒരു ബോൾ എറിയാനാണോ ഇഷ്ടം അല്ലെങ്കിൽ അമ്പയർ ചെയ്യാനാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം ആ സമയത്ത്. ശിവനെ നീ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിനക്കൊരു ചോദ്യമില്ലേ, ഈ ചിയർ ലീഡേഴ്സ് ഒക്കെ ഏത് രാജ്യത്തു നിന്നാണ് ആ ചിയർ ലീഡേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ ഉണ്ട്? അല്ല, അവരെന്തെങ്കിലും ഇതിന് എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, IPL ഇപ്പൊ ഒരു 25,000 പേരെങ്കിലും ജോലിക്ക് ഞാൻ പറഞ്ഞില്ല ഡയറക്റ്റ് അതിൽ ഇവരുടെ ഒരു ജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏജൻസി ഇതിനെടുക്കാനായിട്ട് ഇപ്പം അതിൻ്റെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി അതിനെ പ്രാക്ടീസ് ചെയ്യാൻ ഓരോരോ ടീമിന് എങ്ങനെയൊക്കെ ചെയ്യണം. അത് ഇപ്പം അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദി പാട്ടുകളാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അതിൻ്റെ മ്യൂസിക്കിനാണ് അവർ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ആ ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ റിഹേഴ്സലും വേറെ പ്രാക്ടീസ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ജോലി, അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും. സോ എല്ലാം മീൻസ് പല ഈ IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്രയോ ആൾക്കാർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണ്. ഈ ഇത്തവണത്തെ IPL ഭയങ്കര സ്പെഷ്യലാണ് സാർ. ഫൈനൽ തീരുമ്പോൾ ശരിക്കും RCB കപ്പ് വെക്കുന്നു. വിരാട് കോഹ്ലിയുടെ നമ്പർ 18. അവിടെ 18ാമത്തെ മാച്ചായിരുന്നു ആക്ച്വലി. 19 വർഷത്തിന് ശേഷമാണ് ഭയങ്കര സംഭവമാണ് നടന്നിരിക്കുന്നത്. ആ കപ്പ് സാർ, ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബാംഗ്ലൂർ കപ്പ് അടിക്കുമെന്ന് ഒരു പകുതി വെച്ചിട്ട് നമ്മൾ ബാംഗ്ലൂർ തീർന്നു എന്നാണ് വിചാരിച്ചത്. സാറിന് ഉറപ്പുണ്ടായിരുന്നു ബാംഗ്ലൂർ? അല്ല, എനിക്ക് തിരിച്ചാണ് തോന്നിയത്. അവരൊരു 12-13 ഓവറായപ്പം ഉറപ്പായിരുന്നു ബാംഗ്ലൂർ തന്നെ ജയിക്കും എന്നുള്ള. കാരണം അവിടെ 4 വിക്കറ്റ് 5 വിക്കറ്റ് വീണു. റൺ റേറ്റ് ഒരു 14 റൺസോളം ഒരു ഓവറിന് വേണമെന്നുള്ളൊരു രീതിയിലായി. അപ്പം ശ്രേയസ് അയ്യർ ഔട്ടായി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അപ്പം സ്റ്റോയിനിസിനെ അവർ ഇറക്കിയതുമില്ല. സ്റ്റോയിനിസിനെ ഒരുപാട് ബാക്കിലായി. ഇപ്പം നമുക്കിപ്പോൾ വെളിയിലിരുന്ന് നമുക്ക് സുഖമായിട്ട് പറയാം. പറഞ്ഞാൽ ഇപ്പം നമ്മൾ അമ്പയർ പറയുന്ന പോലെ തന്നെയാണ്. അപ്പം ആ സമയത്ത് കളിക്കുന്ന ആൾക്കാർക്കും ഫുൾ പ്രഷറിലാണ്. കാരണം ഫൈനലിൽ പഞ്ചാബ് ഇതുവരെ ജയിച്ചിട്ടില്ല. പഞ്ചാബ് അപ്പൊ അതിന്റെ പ്രഷറും കൂടെ അവർക്കും ഇതേപോലെ 18 കൊല്ലം കളിച്ചതിന്റെ വിഷമം അവിടെ നിൽക്കുകയാണ്. പഞ്ചാബ് ഞാൻ ജയിച്ചിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ കപ്പ് ആര് ജയിക്കണോ അവർ അപ്പൊ 2 ടീമിനും അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അവസാനത്തെ ഓവറൊക്കെ വരുന്ന സമയത്തൊക്കെ ഉറപ്പായി. പറഞ്ഞാൽ 30-31 റണ്ണൊറ്റ ലാസ്റ്റ് ഓവറിൽ വേണം. ആദ്യത്തെ 2 ബോൾ റണ്ണ് പോകാത്തപ്പോൾ തന്നെ അറിയാം. പിന്നെ ഹേസിൽവുഡ് അടുത്ത 4 ബോൾ 6 പോകണമെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ട് അറിയാം കളി ജയിച്ചു. ഇനി കളി തോൽക്കണമെങ്കിൽ നോ ബോളോ വൈഡോ എറിയണം. എന്നാൽ മാത്രമേ ഉള്ളൂ കളി തോൽക്കാനുള്ള സാധനം. അപ്പം അയാൾ ക്രീസിന്റെ ഇത്രയും പിറകെ നിന്നാണ് അത് അവസാനത്തെ 4 ബോൾ എറിയുന്നത്. പറഞ്ഞാൽ നോ ബോൾ പോകാൻ പാടില്ല. എന്നിട്ട് വെറുതെ സ്റ്റമ്പിൽ 6 പോകണമെങ്കിലും അയാൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവസാനത്തെ ഓവർ അല്ലേ? അവസാനത്തെ ഓവർ. അപ്പൊ നമുക്ക് അവസാനം തോന്നും 6 റണ്ണിനെ തോറ്റുള്ളൂ എന്നുള്ള. അയാള് കൃത്യം അയാൾക്ക് അറിയാം അയാൾ എന്തെങ്കിലും വൃത്തികേടായിട്ടുള്ള എന്തെങ്കിലും സാധനം ചെയ്താൽ മാത്രമേ
മീൻസ് കളി നോ ബോൾ വീഴണം, അല്ലെങ്കിൽ വൈഡിൽ 4 റൺ പോകണം. പക്ഷെ ഈ ശശാങ്ക് ടീമിലോട്ട് വന്ന് എങ്ങനെയാണെന്ന് അറിയാവോ? പ്രീതിസിന്റെ ആള് മാറി വിളിച്ചാണ്. അതായത് പ്രായം കുറഞ്ഞ ശശാങ്കിനെ വിളിച്ചപ്പോ അറിയാണ്ട് പ്രായം കൂടിയ ഇയാളിപ്പോ 2 കൊല്ലമായിട്ട് ഇയാൾ അവര് മെയിൻ പ്ലെയർ ആണ്. ഒരുപാട് റൺ അടിക്കുന്ന. സാറ് ഇപ്പൊ IPL ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഏത് ടീമിന് വേണ്ടിയിട്ട് കളിക്കുമായിരുന്നു ഇഷ്ടം? അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെ ടീമിൽ എടുക്കുന്ന നമ്മളാണ് വിളിക്കുന്ന എടുക്കുന്ന ടീമിന് കളിക്കൂലേ? അത്രേ ഉള്ളൂ. എടുക്കുന്ന ടീം ആരാണോ അവർക്ക് കളിക്കാന്നുള്ളതാണ്. അല്ലാണ്ട് കളിക്കാനുള്ള അവസരം ഏത് ടീമാണെന്നൊന്നും ഇല്ലല്ലോ. ഏത് പ്ലെയറിനാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും. ഈ അമ്പയർമാരെ നോക്കുമ്പോൾ പല സ്റ്റൈലുകളുണ്ട്. ഇപ്പൊ ബില്ലി ബോർഡ് ഇങ്ങനെയൊക്കെ കൈമടക്കി അത്, പക്ഷെ കാണികൾക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളെ പണ്ടത്തെ അപ്പൂപ്പന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സ്റ്റീവ് ബക്നർ എല്ലാ കളിയും പുള്ളിയാണ്. കാമായിട്ടുള്ള ഒരാളാണ്. കുമാർ ധർമ്മസേന. സാർ അപ്പോ ഈ അമ്പയറിംഗിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, നമ്മള് നോർമലി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ കളി കാണാൻ ആൾക്കാർ വരുന്നത് പ്ലേയേഴ്സിനെ കാണാനാണ്, അമ്പയറിനെ കാണാനല്ല. അപ്പൊ ഞാൻ മാക്സിമം ഞാൻ ആരാണ് അമ്പയർ ചെയ്തു എന്നുള്ളത് അറിയാണ്ട് പോകാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് ഞാനിപ്പോ തെറ്റ് ചെയ്താലും ഞാൻ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇവനാണ് തെറ്റ് ചെയ്തെന്ന് അറിയരുത്. മറ്റേത് ഫേസ് അടുത്തിരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അതെ, അതുകൊണ്ട് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് നമ്മളെ ശ്രദ്ധിക്കരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ അതിന് ഞാൻ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം കാണാൻ വരുന്ന ആൾക്കാർ എൻ്റെ ഇതിൽ മെയിൻ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന കാണികളും കളിക്കുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ നമുക്ക് റോളൊന്നുമില്ല. മനസ്സിലായി. ഈ IPL 2025 തുടങ്ങിയപ്പോൾ സാറ് വിചാരിച്ചിരുന്ന RCB കപ്പടിക്കുമെന്ന്? കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പുതിയ ഏതെങ്കിലും ഇപ്പം ഡൽഹി, ലക്നൗ, പിന്നെ പഞ്ചാബ്, ബാംഗ്ലൂർ, ഈ 4 ടീം. അത് ആദ്യത്തെ ഒരു രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, ഞാൻ പറഞ്ഞ ജയിക്കാത്ത. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു 6 മാച്ച് കഴിഞ്ഞപ്പം ഈ ടീമുകളെല്ലാം ഈ ടോപ്പിൽ നിൽക്കുകയാണ്. ബോംബെ താഴെ ആദ്യത്തെ ഒരു ഇടയ്ക്ക് 4 മാച്ച് തോറ്റ് അവര് ബോംബെ ഇല്ല, ചെന്നൈ എത്തിയില്ല. പിന്നെ ഉള്ള ഒരു 6 ടീം മറ്റും ഒരു ഒറ്റ ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇതിൽ ഈ 4 ടീമുണ്ട്, ലക്നൗ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഡൽഹി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഈ 4 ടീം പ്ലേ ഓഫിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പുതിയ ടീം ജയിക്കുമല്ലോ, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അവസാനം ഫൈനലിൽ വന്നപ്പോഴും രണ്ടുപേരും കിട്ടാത്ത 2 പേർക്കാണ്. ഫേവറേറ്റ് ഗ്രൗണ്ട് ഉണ്ടോ? ലൈക്ക് ഇങ്ങനെ ഒരുപാട് ഗ്രൗണ്ടിൽ സാർ അമ്പയർ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഫേവറേറ്റ് ആയത്? അല്ല, ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഹമ്മദാബാദിൽ എൻ്റെ ആദ്യത്തെ മാച്ച് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ആ 1 ലക്ഷം ആൾക്കാർ ഇരിക്കുന്നു. ഇപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തും എല്ലാം ഇപ്പം ചെന്നൈയും ഗുജറാത്തും കളിക്കുന്നത്. ലാസ്റ്റ് ബോളിൽ ജഡേജ 4 റൺ അടിച്ച് കളി ജയിക്കുന്ന മാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ തന്നെ, അഹമ്മദാബാദിൽ തന്നെ. ഈ 1 ലക്ഷം ആൾക്കാർ കിടന്ന് വിളിക്കുന്നതിൻ്റെ ആ ബഹളത്തിൻ്റെ ആ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാലേ അറിയാൻ പറ്റും. അപ്പൊ അതില് മെൽബോണിൽ നിന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ ഇന്ത്യയിൽ മാത്രമേ, ഞാൻ പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, ശ്രീലങ്കയിൽ അമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ മാത്രമേ പോയിട്ടുള്ളൂ, ഇന്ത്യയിലല്ലാണ്ട്. നമുക്ക് ഇന്റർനാഷണൽ പാനൽ ആയതുകൊണ്ട് എനിക്ക് യാത്ര കൂടുതലും കേപ്പ് ടൗണിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ജോഹന്നസ്ബർഗിൽ അവിടുത്തെ വെളിയിൽ നിന്ന് വരുന്ന അമ്പയർമാരുടെ പേരും അവിടെ എഴുതും. അപ്പൊ എന്റെ പേര് അവിടെ ഇരിപ്പുണ്ട്. മച്ചാൻ വിചാരിച്ച ഈ വർഷം RCB കപ്പടിക്കുമെന്ന്? RCB അല്ല, പുതിയൊരു ടീം അടിക്കണം സാറിനെ പോലെ ഒരു അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഹാപ്പി. കോഹ്ലിയുടെ കണ്ണ് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഞാനും കരഞ്ഞു. സത്യം, അറിയപ്പെട്ട ഒരാളിൽ എത്തി എന്ന് പറയുന്ന സാധനം. രാജസ്ഥാൻ ജയിക്കണമെന്നുണ്ടായിരുന്നു. അല്ല, വിരാട് കോഹ്ലി ബാംഗ്ലൂർ കപ്പടിക്കുമെന്ന് വിചാരിച്ചാ? ഇല്ല, വിചാരിച്ചില്ല. നമ്മൾ രാജസ്ഥാൻ ജയിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലോകം മൊത്തം ആഗ്രഹിച്ചു. അങ്ങനെ ആ ഒരു ഫാക്ടറിന്റെ ഇതിൽ മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടി. ഇപ്പം കപ്പ് കിട്ടാത്ത കുറെ പ്ലേയേഴ്സ് ഉണ്ടായത്. എല്ലാവരും ആഗ്രഹിച്ച് കപ്പ് കിട്ടണമെന്ന്. സണ്ണിന് കപ്പ് കിട്ടി, ഹാരി കെയിന് കപ്പ് കിട്ടി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് കൂടെ കപ്പ് കിട്ടണം. വിരാട് കോഹ്ലിക്കും കപ്പ് കിട്ടി. ഇനി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് കിട്ടണം. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്ത ഗസ്റ്റ് ആയിട്ടുള്ള സാറിന് നമ്മൾ ആഗ്രഹിക്കുന്നത് എലൈറ്റ് അമ്പയറിലോട്ട് കയറണം. അത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. ഇപ്പൊ പലരും കണ്ടോണ്ടിരിക്കുകയായിരിക്കും എന്താണ് ഈ എലൈറ്റ് അമ്പയർ കാറ്റഗറി അല്ലെങ്കിൽ പാനൽ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സാർ അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? നമ്മളിപ്പം ഈ 10 ക്രിക്കറ്റ് നേഷന്റെ 4 അമ്പയർ വെച്ച് 40 അമ്പയർമാരുണ്ട്. അത് അല്ലാണ്ട് 12 അമ്പയർമാരെ അവര് നിയമിക്കും ടെസ്റ്റ് മാച്ച് ചെയ്യാനായിട്ട്, ന്യൂട്രൽ ആയിട്ട് ചെയ്യാനായിട്ട്.
അപ്പോൾ ഇതിൽ ഈ 40 പേരിൽ അതിൽ ഈ 12 പേരിൻ്റെ പെർഫോമൻസ് മോശമാവുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ 60 വയസ്സായി റിട്ടയർ ആകുമ്പോഴോ ഓക്കെ അവിടെ വേക്കൻസി വരും. അപ്പോൾ നോർമലി ഈ വേക്കൻസി വരുന്ന പറഞ്ഞാൽ ഒരു 4 കൊല്ലത്തിൽ ഒരു വേക്കൻസി അല്ലെങ്കിൽ അങ്ങനെ വരുള്ളൂ. അപ്പോൾ എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏജാണ്, ഇപ്പോൾ എനിക്ക് 56 ആവും. അപ്പോൾ ഈ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ നമുക്ക് 60 ആവുന്നതിന് മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും വേണം, അവിടെ ഒരു വേക്കൻസി വരും. നമ്മൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മൾ പെർഫോം ചെയ്താൽ മാത്രം പോരാ. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാൻ കളിച്ചിരിക്കുന്ന സമയത്ത് കുംബ്ലെ 16 കൊല്ലം ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ട് 600 വിക്കറ്റ് ടെസ്റ്റിൽ 400 വിക്കറ്റ് വണ്ടല്ല 1000 വിക്കറ്റ് എടുത്ത ആളായിട്ടാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി, നമുക്ക് ലക്ക്, നമ്മളൊക്കെ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കരുത്. കാരണം നമ്മൾ കൺട്രി റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഒരു കൺട്രിയിൽ നിന്ന് ഒരാളെ പറ്റത്തുള്ളൂ? അല്ല, 3 പേര് വരെ ആവാം. 3 പേര് വരെ ഒരു കൺട്രിയിൽ എലീറ്റിൽ 3 പേര് വരെ വരാം. ഈ റൂൾസ് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആണ് സാർ, ഓരോ വർഷം കഴിയുന്നോറും അതങ്ങനെയാണ്. നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ ഇപ്പം ഞാനൊരു ചോദിക്കണേ, ഇപ്പൊ സാറിന്റെ മൈൻഡിൽ എല്ലാ റൂൾസും അല്ലേ ഒരുവിധമുള്ള നിൽക്കുക. അതുകൊണ്ടാണ് ഈ TV എംപയറും ഭയങ്കര അയാൾ മുറിക്കാത്തിരിക്കുകയാണ്, അയാളുടെ കയ്യിൽ ബുക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ തേർഡ് എംപയറായിട്ട് എന്നെ ഇരുത്തുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഒരുവിധം അപ്ഡേറ്റഡ് ആണ്. അപ്ഡേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. ആ ബുക്ക് എപ്പോഴും അടുത്ത് കാണും. പിന്നെ ഞാൻ പ്ലെയിങ് കണ്ടീഷൻ കയ്യിൽ വെച്ചിട്ടുണ്ടാവും തേർഡ് എംപയറിന് മുറിയിൽ. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് അയാൾ ചോദിക്കുന്ന സമയത്ത് വിത്തിൻ ടപ്പെന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ മനസ്സിലുള്ള, നമ്മൾ ആദ്യം അങ്ങ് പറയരുത്. ഡിജിറ്റൽ അല്ലേ സാർ, അതോ ബുക്കുണ്ടോ? അല്ലാണ്ട് പ്ലെയിങ് കണ്ടീഷൻസ് ഉണ്ട്, അതിന്റെ എല്ലാം കൂടെ ഉള്ളത് നമ്മൾ കയ്യിലെടുത്ത് വെച്ചേക്കും. കയ്യിൽ വെച്ചിട്ട് നമ്മൾ അത് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ എത്ര റണ്ണുണ്ട്, പിന്നെ എത്ര ഓവർ കളിക്കാൻ പറ്റും, അങ്ങനത്തെ. അപ്പൊ അതിന്റെയൊക്കെ ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഡക്വർത്ത് ലൂയിസ് നിയമം വെച്ചിട്ട് ഏതോ ഒരു കളിക്ക് ഇതുപോലെ എന്തോ വേൾഡ് കപ്പിന് തന്നെ വേൾഡ് കപ്പ് ഫൈനലിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കളി നിർത്തേണ്ട സിറ്റുവേഷനിൽ ഇവർ ഒരു ഓവറും കൂടെ കളിപ്പിച്ച് ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയയും ശ്രീലങ്കയ്ക്ക് സംഭവം ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് സംഭവം മനസ്സിലായി, അമ്പയറിന് പാളി എന്നുള്ള. അവരത് അടിക്കാൻ പോയില്ല, അവർ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു ഓവർ. കളി കഴിഞ്ഞു, കളിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവരെന്തോ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് 2 ഓവർ എന്തോ കളിക്കണമെന്നുള്ള രീതിയിൽ ഇവരങ്ങ് തിരിച്ചും ഫീൽഡിൽ വേൾഡ് കപ്പ് നേടുന്ന കളി അല്ല, അത് 96 ഇത് 2006 ഇപ്പൊ എന്തോ കഴിഞ്ഞല്ലേ സാറേ? അല്ലല്ല, ഈ സംഭവം ഇത് പറ്റിയത് ഓസ്ട്രേലിയ ജയിച്ചപ്പോഴാണ് ഈ തെറ്റ് പറ്റിയത്. ഈ ഡക്വർത്ത് ലൂയിസിൽ കളിപ്പിച്ചു, കളി കഴിഞ്ഞു. ഈ 20 ഓവർ കളി കഴിഞ്ഞിട്ട് ഈ ആര് ഇതിലായോ അത് കഴിഞ്ഞു. അപ്പൊ ആ 20 ഓവർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർ കളി ജയിച്ചെന്ന് ഉറപ്പിച്ചോ? ആ ടൈം കഴിഞ്ഞ് കട്ട് ഓഫ് ടൈം എത്തി, 20 ഓവറും കളിച്ചു കഴിഞ്ഞാൽ അത്രയും മതി. അവിടെ ആരാണോ ജയിച്ചത് അവര് ജയിച്ചു. അപ്പൊ ആ കട്ട് ഓഫ് ടൈം കഴിഞ്ഞ് നമ്മൾ എത്ര നേരം എന്ന് പറഞ്ഞാൽ കളിച്ചോണ്ടിരിക്കൂല്ലോ, ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിച്ചോണ്ടിരിക്കുമല്ലോ. ഒരു സമയം നിർത്തേണ്ട ഒരു ടൈം ഉണ്ട്, അത് കഴിഞ്ഞു പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ 2 ഓവർ കളിപ്പിച്ചു. ഇൻ കേസ് ഈ സ്റ്റേഡിയത്തിലുള്ള എല്ലാ ലൈറ്റും അങ്ങ് അടിച്ചു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിർത്തിയിട്ട് തിരിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അതിന്റെ സംഭവം നടന്നിട്ടുണ്ട്. ഒരു ടവർ പോയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നിർത്തി. നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ, ഒരു കളിക്ക് 60 മിനിറ്റിന്റെ എക്സ്ട്രാ ടൈം ഉണ്ട്. അതിന്ന് ഇതെടുക്കും. 30 മിനിറ്റ് വരെ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇന്റർനാഷണൽ മാച്ചിൽ തന്നെ നടന്നിട്ടുണ്ട്. ഗുവാഹട്ടിയിൽ വെച്ച് ലൈറ്റ് പോകുന്ന ഒരു ടവർ മൊത്തം അങ്ങ് പോയി. അതിന്റെ ജനറേറ്റർ തിരിച്ച് അന്ന് പറഞ്ഞാൽ അത് തിരിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവില്ല, അത് കൂൾ ഡൗൺ ചെയ്യണം. ഈ ലൈറ്റ് നിന്നതിന്റെ അപ്പൊ അത് കൂൾ ഡൗൺ ചെയ്തിട്ട് തിരിച്ച് വരാനായിട്ടുള്ള സമയം അത് കൊടുത്തേ പറ്റൂ. അതുപോലെ എനിക്ക് വേറെ ഡൗട്ട് തോന്നിയിട്ടുള്ളത് ഈ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ആണ്. ഇപ്പം 4 ഓടണം വരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ കൂടുതലൊക്കെ ഓടിയിട്ടുണ്ടോ? ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് റെക്കോർഡ് ചെയ്ത് ഏതൊരു കളിക്ക് 9 റണ്ണോ അങ്ങനെ എന്തോ ഒരു റെക്കോർഡ് ചെയ്ത് ഓടി അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇവിടെ നിന്ന് എറിഞ്ഞ് അങ്ങോട്ട് പോയി, ബോൾ ബൗണ്ടറി പോയിട്ടില്ല, അവിടെ നിന്ന് എറിഞ്ഞിട്ട് ഇവർ റൺഔട്ടിന്റെ ഇത് മിസ് ചെയ്ത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 9 റണ്ണെന്തോ സംഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ബൗണ്ടറി പോവാണ്ട് എറിഞ്ഞെറിഞ്ഞ് ഓടി 9 റണ്ണെന്തോ ഓടിയെന്ന്. പല ലീഗ്സിലും ഇപ്പം ചില ലീഗിൽ അൾട്രാ എഡ്ജ് കാണത്തില്ല, സ്നിക്കോമീറ്ററിനെ കാട്ടി കിഡിൽ അഡ്വാൻസ്. അത് എക്സ്പെൻസിന്റെ ഒരു ഇതാണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഹോക്ക് ഐ, അൾട്രാ എഡ്ജ്, സ്നിക്കോമീറ്റർ, ഹീറ്റ് മാപ്പ്, ഇങ്ങനെ ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അത് തന്നെ. ഇപ്പം അപ്പം ഈ ടെക്നോളജീസിൽ ഏറ്റവും എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഏറ്റവും ഇത് ഏതാണ് സാർ? ഏറ്റവും കൂടുതൽ കാശാവുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പൈസ പല സ്ഥലത്തിലും അവരെ ഈ വർഷത്തിനുള്ള ഈ ഫണ്ടിനെക്കാട്ടിലും കൂടുതലാണ് നമ്മൾ ഒരു മാച്ചിന് സ്പെൻഡ് ചെയ്യുന്നത്. അവരെ മൊത്തവും അതുകൊണ്ടാണ് ഈ ടെക് കൊടുക്കാനായിട്ട് അവർക്ക് അത്ര. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വരുമാനം അത്രയാണ്.
ഇപ്പോൾ നമ്മുടെ ഒരു IPL മാച്ചിൻ്റെ 10 സെക്കൻഡിൻ്റെ ഒരു ഇതിൻ്റെ റവന്യൂ തന്നെ എൻ്റെ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയാണ് 10 സെക്കൻഡിൻ്റെ അഡ്വർടൈസ്മെന്റ് സ്ലോട്ടിന് വരുന്നത്. മനസ്സിലായി. പരസ്യത്തിന് വരുന്നത്. അപ്പം ആ ഒരു ഇവന്റിന്റെ തന്നെ ഇതായിരിക്കും ചിലപ്പോൾ ഒരു മാച്ചിൽ നമ്മുടെ IPL ഒരു മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ അവർക്ക് കിട്ടുന്ന വർഷത്തിനുള്ള ഒരു വർഷത്തിന് കിട്ടുന്ന ഫണ്ട്, ഈ ICC കൊടുക്കുന്ന ഫണ്ട് ആയിരിക്കും നമ്മുടെ IPL ഒരു മാച്ചിന്റെ റവന്യൂ ഉണ്ടാക്കുന്നത്. ചേട്ടൻ പറഞ്ഞ സാധനം ചോദിക്കും, കയ്യിൽ എന്താ നോക്കുന്നത്? കയ്യിൽ എന്താ ഈ പണ്ട് നമ്മളിവിടെ കളിക്കുമ്പോ കല്ല് കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട്. കൗണ്ടറിൽ നമ്മളിങ്ങനെ ഇതിലുണ്ടാവും, അതിൽ 1 തൊട്ട് 6 വരെ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഒരു ബോൾ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തള്ളും. അപ്പൊ ഒരു ബോൾ ആയെന്നറിയാം. അപ്പൊ നമ്മൾ താഴെ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ അത് അടുത്ത ബോൾ ആയപ്പോൾ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയിൽ പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ആയി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. 4 ബോൾ ആയി. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 നിൽക്കും. നമ്മൾ ആ ബോൾ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ തള്ളും. പക്ഷെ അപ്പൊ ഈ ചില സമയം എഡ്ജ് കൊടുത്ത് ഔട്ട് അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ അതിൽ നോക്കുമല്ലോ, അത് അല്ല, അത് കൗണ്ട് ചെയ്യുന്നതാണല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ഇതിൽ നമ്മുടെ വേസ്റ്റിൽ തന്നെ ഒരു റേഡിയോ ഉണ്ടാവും. റേഡിയോയില് നമ്മൾ പ്രസ് ചെയ്യുന്ന ഇവിടെയും സംസാരിക്കുന്നത് ഇവിടെയുള്ള മൈക്കിലുമാണ്. അപ്പൊ ഈ ശബ്ദത്തിന്റെ ഇടയിൽ നമ്മൾ കുനിഞ്ഞില്ലെങ്കിൽ ഈ ശബ്ദം മറ്റേതിന്റെ ഇടയിൽ കൂടെ അവർ വിളിക്കുന്ന ശബ്ദം എല്ലാം കൂടെ ഇരിക്കല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ ഇങ്ങനെ താഴ്ന്നിട്ട് അത് സംസാരിക്കും. നമ്മൾ നോക്കുന്നല്ല, ഇത് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലല്ല, നമ്മൾ നോക്കുന്നല്ല, നമ്മൾ ജസ്റ്റ് താഴേക്കൊന്ന് കുനിഞ്ഞിട്ട് നമ്മൾ പറയും ഞാൻ LBW ഔട്ട് കൊടുത്തിട്ടുണ്ട്, അത് ബാറ്റ്സ്മാൻ ചാലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ ആദ്യം സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് കുനിയും. അപ്പൊ അത് വേറെ ഒന്നും നോക്കുന്നല്ല, ഈ മൈക്കിന്റെ അത്രയും ക്ലോസിൽ അല്ലെങ്കിൽ ഈ ശബ്ദം എല്ലാം കൂടെ അവിടെ വരെയല്ല. അയാൾ തേർഡ് അമ്പയറിന് നമ്മൾ കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കണം. എന്തിനാണ് ഞാൻ ഔട്ട് കൊടുത്തു അല്ലെങ്കിൽ ഔട്ട് കൊടുത്തില്ല. കൗണ്ടർ മാത്രമാണ്. ആ കൗണ്ടറിലും തെറ്റ് വരാറില്ല ചിലപ്പോൾ. നമുക്ക് അതിന് TV എംപയർ ഉണ്ട്, അയാൾ പറഞ്ഞുതരും. ഒരു ബോളും കൂടെ ഉണ്ട്, ഒരു ബോളും കൂടെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഉണ്ടാവും. ഓക്കെ, സാറിന്റെ ജീവിതത്തിൽ അത് നമുക്ക് അതിന്റെ സാറിന്റെ ജീവിതത്തില് സാറ് ആഗ്രഹിച്ച ഒരു കാര്യം നിറവേറി കഴിഞ്ഞു, അത് ഇനിയുണ്ടോ, ആഗ്രഹമുണ്ടോ എന്തെങ്കിലും നിറവേറാൻ വേണ്ടിയിട്ട്? അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. എൻ്റെ ഇതിൽ ഇപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മീൻസ് നമ്മളൊരു നിൽക്കുന്ന സ്റ്റേജിൽ നമ്മുടെ താഴെയുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും തൃപ്തിയായിരിക്കും. അതേപോലെ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ അമ്പയർ ചെയ്യുമ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എയിം ചെയ്യുന്ന വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് അമ്പയർ എങ്ങനെയാണ് അയർലൻഡ്കാട്ടിലും. അപ്പൊ നമ്മളെ മുകളിലൊരു 10 വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലേ നമുക്കത് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ നോർമലായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത്, നമ്മൾ ചോദിക്കുന്ന സമയത്ത്, ഇപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. മീൻസ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പൊ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എത്ര ചുരുക്കം ആൾക്കാരൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഓക്കെ, എന്തായാലും ഈ ഹാപ്പിയോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം സന്തോഷത്തിന്റെ പേരിൽ ഈ ഒരു സ്പേസ് സാർ നമ്മൾ ഇരുന്നത് ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ഇവർക്ക് വലിയൊരു സ്പേസ് ഉണ്ട്. ബാർബിക്യൂ സ്പേസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവരുടെ ഒരു സ്പെഷ്യൽ ഒരു സംഭവം സാറിന് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ തന്നെ സ്പെഷ്യലായിട്ടുള്ള അൽഫാമും ഷവർമയും എല്ലാം ഇതിൽ സ്പെഷ്യൽ സംഭവമാണ്. സാർ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഓക്കെ, സാറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കഴിക്കാം. താങ്ക് യു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സാർ പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ്? നമ്മളെല്ലാം പാവങ്ങളാണ്. ഇത് വരുമ്പോ പറയാം, ഞാനത് എന്തായാലും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തല്ല ഇത് കേൾക്കാനായിട്ട് ഞാൻ പറയാം. സാറ് എൻജോയ് ചെയ്തോ ഈ ഒരു 1.5 ആണ്? എല്ലാം നമ്മളായിട്ട് പറയിപ്പിക്കാൻ കൂടുതലാണെങ്കിൽ സാറ് പഴയ മറ്റേ തല പൊട്ടിച്ചു നമ്മൾ 3 നേരം പൊട്ടിക്കുമെന്ന് പറയുന്നത്. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സർ. താങ്ക് യു.